Praise be to God. ദൈവത്തിന് സ്തോത്രം. Shall we open our Bibles to the book of Hebrews chapter 12? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. എബ്രായർ 12-ാം അധികാരത്തിലേക്ക് നാം നമ്മുടെ വേദങ്ങളെ തിരുപ്പും. Hebrews chapter 12 and verses from 14 to 17. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Hebrews chapter 12, എബ്രായ ലേഖനം 12-ാം അധ്യായം from verses 14 to 17. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 12-ാം അധികാരം 14-ാം വചനം മുതൽ 17-ാം വചനം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഓരോ ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തെ ഇതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Follow peace with all men and holiness, without which no man shall see the Lord, looking diligently lest any man fall of the grace of God, lest any root of bitterness springing up trouble you, and thereby many be defiled, lest there be any fornicator or profane person as Esau, who for one morsel of meat sold his birthright. For ye know how that afterward, when he would have inherited the blessing, he was rejected, for he found no place of repentance, though he sought it carefully with tears. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തൃക്ക് സ്തോത്രം. Follow peace with all men and holiness. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. യാവരോടും സമാധാനമായിരിക്കവും പരിശുദ്ധമുള്ളവരായിരിക്കവും നാടുങ്ങൾ. Without which no man shall see the Lord. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പരിശുദ്ധമില്ലാமல் ഒരുവനും കർത്തരെ ദർശിപ്പതില്ലയേ. It is our goal and our hope that we should see the Lord Jesus Christ when he comes in glory. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രത്യാശയുമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ നാം അവരെ കാണ വേണ്ടും என்பதுதான் നമ്മുടെ നോക്കവും വാഞ്ചയുമായിരിക്കുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തൃക്ക് സ്തോത്രം. Today we see him by faith. ഇന്ന് നാം അവനെ വിശ്വാസത്താൽ കാണുന്നു. ഇന്ന് നാം അവരെ വിശ്വാസത്താൽ തേടുகிறோம். Jesus said, "Blessed are the pure in heart, for they shall see God." കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവായ യേശു വിധമായി ഉറത്തിരിக்கிறார், இருதயത്തിൽ சுத்தமுள்ளவர்கள் பாக்கியவான்கள், அவர்கள் தேவனை தரிசிப்பார்கள். It is our expectancy that we will see him face to face when he comes in glory. അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണും എന്ന് നമ്മുടെ പ്രതീക്ഷയും ആശയുമാകുന്നു. അവർ മഹിമയിലെ വെളിപ്പെടുമ്പോൾ അവരെ മുഖാമുഖമായി കാണും என்பதே நம்முடைய நம்பிக்கையாயிருக்கிறது. Here it is mentioned that we should follow peace with all men and holiness in order to see the Lord. ഇവിടെ നാം കർത്താവിനെ കാണേണ്ടതിനായി എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇங்கே നാം കർത്തരെ ദർശിക്കുമ്പടിയാക യാവരോടും സമാധാനമായിരിക്കവും പരിശുദ്ധമുള്ളവരായിരിക്കവും നാട വേണ്ടും. Peace and holiness are two essential experiences that we need to maintain in our life to meet the Lord when he comes. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണേണ്ടതിനായി ശുദ്ധീകരണവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാകുന്നു. നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടുമ്പോൾ അവരെ ദർശിക്കുമ്പടിയാക നമ്മുടെ ജീവിതത്തിലെ നാം സമാധാനത്തെയും പരിശുദ്ധത്തെയും കാത്തുകൊള്ള വേണ്ടിയത് ആവശ്യമായിരിക്കുന്നത്. In our spiritual walk, we can take these two experiences or characters as our 2 feet which God has given us. നമ്മുടെ ആത്മീക യാത്രയിൽ ഈ രണ്ട് കാര്യങ്ങളെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് കാലുകളോടെ പാദങ്ങളോടെ നമുക്ക് ഉപമിക്കുവാൻ കഴിയും. നമ്മുടെ ആവിക്രിയദാന ജീവിതത്തിലെ இந்த இரண்டு சுபாவங்களை நமக்கு தேவன் கொடுத்திருக்கிற இரண்டு கால்களோடு ஒப்பிட்டு சொல்ல முடியும். Peace and holiness are the
feet of our spiritual man. സമാധാനവും ശുദ്ധീകരണവും നമ്മുടെ ആത്മിക ജീവിതത്തിന്റെ പാദങ്ങളാകുന്നു. സമാധാനമും പരിശുദ്ധമും നമ്മുടെ ആവിക്കുரிய മനിതനിൻ കാൽകളായിരിക്കുന്നത്. Peace and holiness are interconnected. സമാധാനവും ശുദ്ധീകരണവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. സമാധാനമും പരിശുദ്ധമും ഒന്നോടൊന്ന് ഇണയ്ക്കപ്പെട്ടിരിക്കുന്നത്. Peacelessness and sinful life are interconnected. സമാധാനമില്ലായ്മയും പാപജീവിതവും ബന്ധപ്പെട്ടിരിക്കുന്നു. സമാധാനമില്ലായ്മയും പാപജീവിയമും ഒന്നോടൊന്ന് ഇണയ്ക്കപ്പെട്ടിരിക്കുന്നത്. That is why the Bible says the wicked has no peace. അതുകൊണ്ടാകുന്നു തിരുവചനം പറയുന്നത് ദുഷ്ടന് സമാധാനമില്ല. ஆனபடினால் வேதம் சொல்லுகிறது துன்மார்க்கனுக்கு சமாதானமில்லை. Those who live in sins and corruptions, they don't have lasting peace. പാപത്തിലും ദ്രവത്വത്തിലും ജീവിക്കുന്നവർക്ക് നിലനിൽക്കുന്ന ശാശ്വതമായ സമാധാനമില്ല. പാവത്തിലും അഴിവിലും ജീവിക്കുന്നവർക്ക് നിലயான സമാധാനമില്ല. The wicked has no peace, says the Lord. ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. துன்மார்க்கனுக்கு சமாதானமில்லை என்று தேவன் சொல்லுகிறார். Their sinful life and peacelessness are interconnected. അവരുടെ പാപജീവിതവും സമാധാനമില്ലായ്മയും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. அங்கே அவருடைய பாவ ஜீவிதமும் சமாதானமில்லாய்மையும் ஒன்றோடொன்று இணைக்கப்பட்டிருக்கிறது. Even so, holiness and peace are interconnected. അതുപോലെ സമാധാനവും ശുദ്ധീകരണവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. அதுபோலவே பரிசுத்தமும் சமாதானமும் ஒன்றோடொன்று இணைக்கப்பட்டிருக்கிறது. St. Paul says, and the very God of peace sanctify you wholly. വിശുദ്ധ പൗലോസ് പറയുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുற்றிലും ശുദ്ധീകരിക്കുമാറാകട്ടെ. பரிசுத்த பவுல் விதமாய் சொல்கிறார், சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. And the very God of peace sanctify you wholly. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുമാറാകട്ടെ. சமாதானத்தின் தேவன் உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. Their peace and sanctification are interconnected. അവിടെ സമാധാനവും ശുദ്ധീകരണവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. அங்கே சமாதானமும் பரிசுத்தமும் ஒன்றோடொன்று இணைக்கப்பட்டிருக்கிறது. Praise be to God. കർത്താവിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். Follow peace with all men and holiness. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. யாவரோடும் சமாதானமாயிருக்கவும் பரிசுத்தமுள்ளவர்களாயிருக்கவும் நாடுங்கள். Peace is the main thing which is essential for everyone who lives in this world. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും സമാധാനം എന്നുള്ളത് അത്യന്താപേക്ഷിതമായതാകുന്നു. இந்த உலகத்திலே ஜீவிக்கிறதான ஒவ்வொருவருக்கும் அவசியமாயிருக்கிற ஒன்று சமாதானம். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். When we look at the nature of God, നാം ദൈവത്തിന്റെ സ്വഭാവത്തെ നോക്കുമ്പോൾ நாம் தேவனுடைய சுபாவத்தை பார்க்கும்போது our God is peace നമ്മുടെ ദൈവം സമാധാനമാകുന്നു. நம்முடைய தேவன் சமாதானமாயிருக்கிறார். and our God is holy. നമ്മുടെ ദൈവം വിശുദ്ധനുമാകുന്നു. நம்முடைய தேவன் பரிசுத்தராயிருக்கிறார். There also we find peace or holiness are interconnected. അവിടെയും നോക്കുമ്പോൾ സമാധാനവും ശുദ്ധീകരണവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. அங்கேயும் சமாதானமும் பரிசுத்தமும் ஒன்றோடொன்று இணைந்திருக்கிறதை பார்க்கிறோம். Man who was created in the very likeness and image of God, ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉരുവാക്കപ്പെട്ട മനുഷ്യൻ தேவனுடைய சாயலிலும் ரூபத்திலும் சிருஷ்டிக்கப்பட்டதான மனிதன், he was holy and he had a perfect peace. അവൻ വിശുദ്ധനായിരുന്നു. അവന് പരിപൂർണ സമാധാനവും ഉണ്ടായിരുന്നു. அவன் பரிசுத்தமுள்ளவனாயிருந்தான், பூர்ண சமாதானமுடையவனாயிருந்தான். Even today, that is the expectancy of God, that man should live in peace and a holy life. ഇന്നും മനുഷ്യനെ കുറിച്ച് ദൈവം അതാകുന്നു ആഗ്രഹിക്കുന്നത്. അവൻ സമാധാനത്തിൽ ജീവിക്കണം. അവൻ വിശുദ്ധമായ ഒരു ജീവിതം ചെയ്യണം. இன்றும் மனிதனை குறித்து தேவன் அதையே விரும்புகிறார். அவன் சமாதானத்திலும் பரிசுத்தத்திலும் ஜீவிக்க வேண்டும். God is holy and he is a peace. ദൈവം വിശുദ്ധനാകുന്നു. അവൻ സമാധാനവുമാകുന്നു. தேவன் பரிசுத்தராயிருக்கிறார், அவர் சமாதானமாயிருக்கிறார். Ever since a man disobeyed the commandment of God, മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരണക്കേട് കാണിച്ച നാൾ മുതൽ, மனிதன் தேவனுடைய கற்பனைக்கு கீழ்ப்படியாமை காட்டின நாள் முதல் sin entered his life and he became peaceless. പാപം അവന്റെ ജീവിതത്തിൽ പ്രവേശിച്ചു. അവനെ സമാധാനമില്ലാത്തവനായി കാണപ്പെട്ടു. பாவம் அவனுக்குள் பிரவேசித்தது, அவன் சமாதானமற்றவனானான். Because of his disobedience, he lost the life of peace. അവന്റെ അനുസരണക്കേട് നിമിത്തമായി അവനെ സമാധാനത്തിന്റെ അനുഭവം നഷ്ടപ്പെടുകയായിരുന്നു. அவனுடைய கீழ்ப்படியாமை நிமித்தம் சமாதானத்தின் அனுபவத்தை இழந்து போனான். However, God is working
that this man may be brought to the perfect and peaceful life. എങ്കിലുമോ തികഞ്ഞ സമാധാനത്തിലേക്ക് മനുഷ്യനെ വീണ്ടും മടക്കിക്കൊണ്ടുവരേണ്ടതിനായി ദൈവം യത്നിക്കുന്നു. ஆகிலும் இந்த பூர்ணமான சமாதானத்துக்குள்ளே மனிதனை திரும்ப கொண்டு வரும்படி தேவன் விரும்புகிறார். Thereby he will be able to live a holy life as God expects about him. അത് മുഖാന്തരമായി ദൈവം അവനിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പരിശുദ്ധമായ ജീവിതം ചെയ്യുവാൻ കഴിയും. அதன் மூலமாக தேவன் அவனிடத்தில் எதிர்பார்க்கிற பரிசுத்தமான ஜீவிதம் அவன் செய்ய முடியும். A man who lives a holy life will always have perfect peace. പരിശുദ്ധമായ ജീവിതം ചെയ്ത മനുഷ്യന് എപ്പോഴും പൂർണ്ണ സമാധാനമുണ്ടായിരിക്കും. பரிசுத்தமாய் ஜீவிக்கிற மனிதனுக்கு எப்போதும் பூர்ண சமாதானம் காணப்படும். Or a man who is having perfect peace will be able to live a holy life in this sinful world. തികഞ്ഞ സമാധാനമുള്ള മനുഷ്യനെ എപ്പോഴും ഈ പാപ ജീവിത ലോകത്തിൽ ഒരു പരിശുദ്ധമായ ജീവിതം ചെയ്യുവാനും കഴിയും. பூர்ண சமாதானமல்ல ஒரு மனிதன் இந்த பாவ உலகத்திலே எப்போதும் பரிசுத்த ஜீவிதம் செய்ய முடியும். God is preparing a group of people to live in the peaceful kingdom in eternity. നിത്യതയിൽ ആ സമാധാനമുള്ള രാജ്യത്തിൽ വസിക്കേണ്ടതിനായി ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. நித்தியத்திலே அந்த சமாதானமுள்ள ராஜ்யத்தில் ஜீவிக்கும்படியாய் தேவன் ஒரு கூட்டம் ஜனத்தை ஆயத்தம் பண்ணுகிறார். The kingdom of God is altogether holy. ദൈവരാജ്യം പൂർണ്ണമായും പരിശുദ്ധമാകുന്നു. தேவனுடைய ராஜ்யம் முற்றிலும் பரிசுத்தமுள்ளதாக இருக்கிறது. Only those who preserve their peace and holiness will be able to reach that goal of God. സമാധാനവും ശുദ്ധീകരണവും തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുന്നവർക്ക് മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. சமாதானத்தையும் பரிசுத்தத்தையும் காத்துக் கொள்ளுகிறவர்கள் மட்டுமே அந்த லெக்கை சென்றடைய முடியும். That is why the Lord Jesus Christ, the Prince of Peace, came into this world. അതുകൊണ്ടാകുന്നു കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ സമാധാന പ്രഭുവായിരുന്നവൻ ഈ ലോകത്തിലേക്ക് വന്നത്. ஆனபடியால் தான் கர்த்தராகிய இயேசு கிறிஸ்து அல்லது சமாதான பிரபுவானவர் இந்த உலகத்திற்கு வந்தார். In order to form a group of people who live in perfect peace. പൂർണ്ണമായ സമാധാനത്തിൽ ഒരു കൂട്ടം ജനത്തെ ഉരുവാക്കേണ്ടതിന്, பூர்ணமான சமாதானத்தில் ஜீவிக்கிற ஒரு கூட்டம் ஜனத்தை உருவாக்கும்படி the Lord Jesus Christ, the Prince of Peace, came into this world. കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ സമാധാന പ്രഭുവായിരിക്കുന്നവൻ ഈ ലോകത്തിലേക്ക് വന്നു. சமாதான பிரபுவாயிருக்கிற நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து இந்த உலகத்தில் வந்தார். In this world we can see people are longing for peace. ഈ ലോകത്തിൽ നോക്കുമ്പോൾ ജനങ്ങൾ സമാധാനത്തിനു വേണ്ടി തേങ്ങുന്നതായി കാണാം. இந்த உலகத்தில் பார்க்கும்போது ஜனங்கள் சமாதானத்திற்காய் ஏங்கி தவிக்கிறார்கள். The Lord Jesus Christ spoke about two kinds of peace. കർത്താവായ യേശുക്രിസ്തു രണ്ട് വിധത്തിലുള്ള സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. கர்த்தராகிய இயேசு கிறிஸ்து இரண்டு விதமான சமாதானங்களை குறித்து சொல்லியிருக்கிறார். In the Gospel of St. John chapter 14 when we read, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം നാം വായിക്കുമ്പോൾ, யோவான் எழுதின சுவிசேஷம் 14 அதிகாரத்திலே வாசிக்கும்போது, Gospel of St. John chapter 14 and verse 27, Jesus said, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞിരിക്കുന്നു. யோவான் எழுதின சுவிசேஷம் 14 அதிகாரம் 27 வசனத்தில் இயேசு விதமாய் சொல்கிறார், Peace I leave with you, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, சமாதானத்தை உங்களுக்கு வைத்து போகிறேன், my peace I give unto you. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. என்னுடைய சமாதானத்தையே உங்களுக்கு கொடுக்கிறேன். Not as the world giveth, give unto you. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. உலகம் கொடுக்கிற பிரகாரம் நான் உங்களுக்கு கொடுப்பதில்லை. Here Jesus speaks about two kinds of peace. ഇവിടെ കർത്താവായ യേശുക്രിസ്തു രണ്ട് വിധത്തിലുള്ള സമാധാനത്തെക്കുറിച്ച് തിരുവായി മൊഴിഞ്ഞിരിക്കുന്നു. இங்கே கர்த்தராகிய இயேசு கிறிஸ்து இரண்டு விதமான சமாதானத்தை குறித்து சொல்கிறார். The peace that Jesus gives, യേശു നൽകുന്നതായ സമാധാനം, இயேசு கொடுக்கிற சமாதானம், and also the peace that the world gives us. അതുപോലെ ലോകം നമുക്ക് നൽകുന്നതായ സമാധാനവും. அதுபோல உலகம் கொடுக்கிற சமாதானம். That is why Jesus said, my peace I give unto you. അതുകൊണ്ടാകുന്നു കർത്താവ് പ്രകാരം പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ஆனபடியால் கர்த்தர் சொல்கிறார், என்னுடைய சமாதானத்தை உங்களுக்கு கொடுக்கிறேன். Not as the world giveth, give I unto you. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. உலகம் கொடுக்கிற பிரகாரம் நான் உங்களுக்கு கொடுப்பதில்லை. That means this world can give us a kind of peace. അതിന്റെ അർത്ഥം ഈ ലോകത്തിന് ഒരു വിധത്തിലുള്ള സമാധാനം തരുവാൻ കഴിയുമെന്നാകുന്നു. அதனுடைய அர்த்தம் இந்த உலகமும் ஒரு விதமான சமாதானத்தை கொடுக்க முடியும். And Jesus also gives us the peace. കർത്താവായ യേശുക്രിസ്തുവും നമുക്ക് സമാധാനം നൽകുന്നു. கர்த்தராகிய இயேசு கிறிஸ்து நமக்கு சமாதானம் கொடுக்கிறார். The peace that world gives us is temporal. ലോകം തരുന്നതായ സമാധാനം താൽക്കാലികമാകുന്നു. உலகம் கொடுக்கிற சமாதானம் தற்காலிகமானது. That is why today man is running after
various sins in this world. അതുകൊണ്ടാകുന്നു ഇന്ന് മനുഷ്യൻ വിവിധ പാപങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ஆனபடினால் தான் இன்று மனிதன் பலவிதமான பாவங்களுக்கு பின்பாக ஓடிக்கொண்டிருக்கிறான். Because there is no peace of mind. മനസ്സിൽ സമാധാനമില്ലാത്തതുകൊണ്ട്, ஏனென்றால் அவனுக்கு மனசமாதானமில்லை. Full of worries and burdens. ആകുല ചിന്തകളും ഭാരങ്ങളാലും അവൻ നിറയപ്പെട്ടിരിക്കുന്നു. அவனுடைய இருதயம் முழுவதும் கவலைகளாலும் பாரத்தினால் நிறைந்திருக்கிறது. Cares and fears. ആ ഭയങ്ങളും അതുപോലെ വ്യാകുല ചിന്തകളും നിറയപ്പെട്ടിരിക്കുന്നു. இந்த உலகத்தின் கவலைகளும் பயங்களும் பிடித்திருக்கிறது. Man is running after so many things in this world in order to find a peace. സമാധാനം കണ്ടെത്തേണ്ടതിനായി മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിന്റെ പിന്നാലെ അനേകം കാര്യങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. சமாதானத்தை கண்டடையும்படி மனிதன் உலகத்தின் அநேக காரியங்களுக்கு பின்பாக ஓடுகிறான். Of course, this world can give us a kind of peace. തീർച്ചയായും ഈ ലോകത്തിന് നമുക്ക് ഒരു വിധത്തിലുള്ള സമാധാനം നൽകുവാൻ കഴിയും. ஆம், இந்த உலகத்திற்கும் ஒரு விதமான சமாதானத்தை கொடுக்க முடியும். Pleasures of sin can give us a kind of peace. പാപത്തിന്റെ ഇൻപങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സമാധാനം നൽകുവാൻ കഴിയും. பாவ சந்தோஷங்களுக்கு ஒரு விதமான சமாதானத்தை கொடுக்க முடியும். Money can give us a temporal peace. പണത്തിന് നമുക്ക് താൽക്കാലികമായ സമാധാനം നൽകുവാൻ കഴിയും. பணம் தற்காலிகமான சமாதானத்தை கொடுக்க முடியும். The riches and wealth of this world can give us a kind of peace. ഈ ലോകത്തിന്റെ ഐശ്വര്യവും ധനവും ഒക്കെയും ഒരു വിധത്തിലുള്ള സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയും. இந்த உலகத்தின் ஆஸ்திகளும் ஐஸ்வர்யமும் ஒரு விதமான சமாதானத்தை கொடுக்க முடியும். The positions and the possessions of this world can give us a kind of peace. ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളൊക്കെയും ഒരു വിധത്തിലുള്ള സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയും. இந்த உலகத்தின் ஸ்தானங்களும் ஆஸ்திகளும் நமக்கு ஒரு விதமான சமாதானத்தை கொடுக்க So முடியும். this world can give us a kind of peace that is only temporal. അതുകൊണ്ട് ഈ ലോകത്തിന് ഒരു വിധത്തിലുള്ള സമാധാനം തരുവാൻ കഴിയും. അത് താൽക്കാലികമാകുന്നു. இந்த உலகத்துக்கு ஒரு விதமான சமாதானம் கொடுக்க முடியும். அது தற்காலிகமானது. When we lose that particular thing, we will lose the peace as well. ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി തീരുമ്പോൾ അതിൽ മൂലം ഉളവാക്കുന്ന സമാധാനവും നഷ്ടപ്പെടുന്നു. அந்த குறிப்பிட்டதான காரியத்தை நாம் இழந்து போகும்போது அதோடு கூட சமாதானத்தையும் இழந்து போகிறோம். But the peace the Lord gives us is lasting forever. എന്നാൽ കർത്താവ് നൽകി തരുന്ന സമാധാനമോ അതെ നിത്യമാകുന്നു. ஆனால் கர்த்தராகிய இயேசு கொடுக்கிற சமாதானம் நித்திய சமாதானமாக இருக்கிறது. It is leading us in this evil world and take us to the kingdom of peace in eternity. അതേ ദുഷ്ടലോകത്തിൽ നമ്മെ നയിച്ച് നമ്മെ കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാകുന്നു. இந்த பொல்லாத உலகத்திலே அது நம்மை வழிநடத்தி நித்திய சந்தோஷமுள்ள ராஜ்யத்தில் நம்மை கொண்டு போகிறது. That is why the Lord and Savior Jesus Christ came into this world and died on the cross of Calvary for us. അതുകൊണ്ടാകുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. ஆனபடியால் தான் நம்முடைய கர்த்தரும் இரட்சகருமான இயேசு கிறிஸ்து இந்த உலகத்திலே வந்து சிலுவையில் மரித்தார். The word of God says the chastisement of our peace came upon him. തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. வேதம் சொல்லுகிறது நம்முடைய சமாதானத்தின் ஆக்கினை தீர்ப்பு அவர் மேல் வந்தது. He was wounded for our transgression. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. நம்முடைய மீறுதல்கள் நிமித்தம் அவர் காயப்பட்டார். He was bruised for our sin, നമ്മുടെ for our iniquity. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. நம்முடைய அக்கிரமங்கள் நிமித்தம் அவர் நெருக்கப்பட்டார். And the chastisement of our peace came upon him. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. நம்முடைய சமாதானத்தின் ஆக்கினை தீர்ப்பு அவர் மேல் வந்தது. He took the punishment of our sin and died in the place where we were to die. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ എടുത്തിട്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിക്കുകയായിരുന്നു. நம்முடைய பாவத்தின் ஆக்கினையை அவர் தம்மேல் சுமந்து கொண்டு நாம் மரிக்க வேண்டிய இடத்தில் அவர் மரித்தார். That is why he did when he died on the cross of Calvary. അതാകുന്നു കാൽവരി ക്രൂശിൽ താൻ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവൻ ചെയ്തത്. அதைத்தான் கல்வாரி சிலுவையில் அவர் மரித்தபோது நமக்காக நிறைவேற்றினார். When we accept the Lord and Savior Jesus Christ in our heart, കർത്താവും രക്ഷിതാവുമായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം അംഗീകരിക്കുമ്പോൾ, கர்த்தரும் இரட்சகருமான இயேசு கிறிஸ்துவை நம்முடைய இதயத்தில் ஏற்றுக்கொள்ளும்போது, when we confess our sins in his presence, അവന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ, அவருடைய சமூகத்திலே நம்முடைய பாவங்களை அறிக்கையிடும்போது, when we decide to forsake our sinful ways in this world, ഈ ലോകത്തിലെ പാപവഴികളെയൊക്കെയും ഉപേക്ഷിക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ, இந்த உலகத்தின் பாவ வழிகளை விட்டுவிடும்படி நாம் தீர்மானிக்கும்போது, he forgives our sins and cleanses us in his precious blood. അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് അവന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. அவர் நம்முடைய பாவங்களை மன்னித்து தம்முடைய பரிசுத்த இரத்தத்தினால் நம்மை கழுவி சுத்திகரிக்கிறார். That is how we receive this peace for the first time in our heart. അങ്ങനെയാകുന്നു ആദ്യമായി നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. அவ்விதமாகத்தான் முதன்முறையாக சமாதானத்தை நம்முடைய இதயத்தில் பெற்றுக்கொள்கிறோம். That is why in Colossians chapter 1, അതുകൊണ്ടാകുന്നു കൊലോസ്യർ
ലേഖനം 1-ാം അധ്യായം ആനപടിനാൽ കൊലോസ്യർ 1-ാം അധികാരത്തിൽ Colossians chapter 1 and verse 20 it is written, 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതുമ്പോൾ കൊലോസ്യർ 1-ാം അധികാരം 20-ാം വചനത്തിൽ വിധമായി சொல்லப்படுகிறது, having made peace through the blood of his cross. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവർ സിലുവയിൽ സിന്ദിന രക്തത്തിനാലെ സമാധാനത്തെ ഉണ്ടാക്കിനാർ. Having made a peace through the blood of his cross. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവർ സിലുവയിൽ സിന്ദിന രക്തത്തിനാലെ സമാധാനത്തെ ഉണ്ടാക്കിനാർ. By the precious blood he shed on the cross for us. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ വിലയേറിയ രക്തം നിമിത്തം, അവർ കൽവാരി സിലുവയിലെ നമുക്കാக ചിന്തിരുന്നാണ് വിലയേറപ്പെട്ട രക്തത്തിൻ മൂലமாக He made a peace for us. അവൻ നമുക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കി. അവർ നമുക്കാக സമാധാനത്തെ ഉണ്ടുപണ്ണിനാർ. Praise be to God. കർത്താവിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. When we come to him with all our sins and corruptions, നമ്മുടെ പാപങ്ങളും ദ്രവത്വങ്ങളുമായി നാം അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ, നമ്മുടെ പാപങ്ങളും നമുക്കുള്ളിൽ കാണപ്പെടുகிற അഴിവുകളോട് നാം അവരിടത്തിൽ വരുമ്പോൾ, when we confess and forsake them for once and for all, നാം ആ പാപങ്ങളെയൊക്കെയും ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിക്കുമ്പോൾ, നമ്മുടെ அந்த പാവങ്ങളെ എല്ലാം അറിക്കை ചെയ്ത് എന്നേക്കുമായി നാം വിട്ടുവിടുമ്പോൾ, he is forgiving us and washing us in his precious blood and commanding his peace in our life. അവൻ നമ്മോട് ക്ഷമിക്കുകയും തന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി തന്റെ നിത്യസമാധാനം നമ്മിൽ അവൻ അരുളുകയും ചെയ്യുന്നു. அப்பொழுது நம்முடைய பாவத்தை அவர் மன்னித்து அவருடைய விலையேறப்பட்ட ரத்தத்தினால் நம்மை கழுவி தம்முடைய சமாதானத்தை நமக்கு கொடுக்கிறார். We become his children and he becomes our father. നാം അവന്റെ മക്കളായി തീരുന്നു, അവൻ നമ്മുടെ പിതാവുമായി തീരുന്നു. நாம் அவருடைய பிள்ளைகளும் அவர் நமக்கு தகப்பனுமாய் இருக்கிறார். For this precious peaceful life which God has given us, shall we all praise God for? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമാധാനമുള്ള ജീവിതത്തിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, Hallelujah, 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 hallelujah. The kingdom which God is preparing for us is the kingdom of peace. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യം സമാധാനത്തിന്റെ രാജ്യമാകുന്നു. ദൈവം നമുക്കാக ആയത്തം பண்ணுகிற രാജ്യം സമാധാനമുള്ള രാജ്യം. In order to reach that kingdom, we need to grow in this life of peace. ആ രാജ്യത്തിൽ നാം എത്തേണ്ടതിനായി ഈ സമാധാനത്തിന്റെ രാജ്യത്തിൽ അനുഭവത്തിൽ നാം വളരേണ്ടിയിരിക്കുന്നു. அந்த സമാധാനമുള്ള രാജ്യത്തിൽ പ്രവേശിക്കുമ്പടി സമാധാനത്തിൻ അനുഭവത്തിൽ ജീവിക്ക வேண்டும். That is why in the book of Isaiah chapter 48 it is written, അതുകൊണ്ടാകുന്നു യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ആനപടിനാൽ தான் യെശയ്യാ 48-ാം അധികാരത്തിൽ பார்க்கும்போது, Isaiah 48 and verse 18 it is written, യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, യെശയ്യാ 48-ാം അധികാരം 18-ാം വചനത്തിൽ, "Oh that thou had hearkened to my commandments, then had thy peace been as a river." നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെ ആകുമായിരുന്നു. ആ എൻ കൽപ്പനകളെ ഗവനിത്തായാൽ നലമായിരിക്കും, അപ്പോഴത് ഉൻ സമാധാനം നദിയെപ്പോലും. If you have hearkened and obeyed my commandments, then your peace had been like as a river. നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെ ആയിരിക്കുമായിരുന്നു. നീ എൻ കൽപ്പനകളെ കേട്ട് കീഴ്പ്പടിന്താൽ നലമായിരിക്കും, അപ്പോഴത് ഉன்னுடைய സമാധാനം നദിയെപ്പോലിരിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. We need to hearken to his commandment and obey them. നാം അവന്റെ കൽപ്പനകളെ കേട്ട് അവയെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. നാം അവരുടെ കൽപ്പനകളെ ഗവനിത്ത് അതിൽക്ക് കീഴ്പ്പടിയ வேண்டும். That is why when the Lord Jesus Christ was upon this earth, he gave the commandment of the truth of water baptism. അതുകൊണ്ടാകുന്നു കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ജലസ്നാനത്തിന്റെ സത്യം അവൻ നൽകിക്കൊടുത്തത്. ആനപടിനാൽ தான் கர்த்தராகிய இயேசு கிறிஸ்துவின் இந்த உலக ஜீவியத்திலே தண்ணி ஞானஸ்தானத்தின் சத்தியத்தை வெளிப்படுத்தினார். It is essential for a child of God to obey this commandment in order to grow in the life of peace and to reach the kingdom of peace. സമാധാനത്തിന്റെ ജീവിതത്തിൽ ജീവിച്ച് സമാധാനത്തിന്റെ രാജ്യത്തിൽ ഒരു ദൈവത്തിൽ എത്തണമെങ്കിൽ ഇപ്രകാരം ഒരു ജീവിതം തന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാകുന്നു. സമാധാനമുള്ളതാണ് ഒരു ജീവിതം ചെയ്ത് സമാധാനമുള്ള രാജ്യത്തിൽ ഒരുവർ പ്രവേശിക്ക വേണ്ടുമെന്നാൽ இந்த അനുഭവം ആവശ്യമായിരിക്കുന്നത്. Obeying the commandment of God is essential for every child of God. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഓരോ ദൈവത്തിലും അത്യാവശ്യമായിരിക്കുന്നു. ദേവനുடைய കൽപ്പനകളെ കൈക്കൊള്ളുவது ஒவ்வொருவருக்கும் ആവശ്യമായിരിക്കുന്നത്. That we will be able to grow in this peaceful experience. നാം ഈ സമാധാനമുള്ള അനുഭവത്തിൽ വളർച്ച പ്രാപിക്കേണ്ടതിന് അമിതமாக സമാധാനമുള്ള ജീവിതത്തിൽ നാം അനുഭവം പെற முடியும். When we are baptized in waters, we surrender our body to do the will of God. നാം ജലസ്നാനം എടുക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിനായി നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിക്കുകയാകുന്നു. നാം
தண்ணி ஞானஸ்தானத்திலே தேவனுக்கு கீழ்ப்படியும் போது நம்முடைய சரீரங்களை தேவ சித்தத்துக்கு ஒப்புக்கொடுக்கிறோம். In this body, we need to continue to do the will of God and obey His commandments. ഈ ശരീരത്തിൽ നാം ദൈവത്തിന്റെ ഹിതം ചെയ്ത് അവന്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. இந்த சரீரத்திலே நாம் தேவ சித்தம் செய்து தொடர்ந்தும் அந்த சித்தத்தில் ஜீவிக்க வேண்டும். As we surrender ourselves to obey the commandment of God, ഒന്നാമതായി ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നമ്മെ തന്നെ നാം സമർപ്പിക്കണം. முதலாவது தேவனுடைய கற்பனைகளை கைக்கொள்ளும்படி நம்மை நாம் ஒப்புக்கொடுக்க வேண்டும். as we surrender ourselves to obey the commandment of God, അടുത്തതായി നമ്മെ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നാം സമർപ്പിക്കണം. அடுத்தபடியாக தேவனுடைய கற்பனைகளுக்கு கீழ்ப்படியும்படி நம்மை ஒப்புக்கொடுக்க வேண்டும். God fills us with the anointing and the power of God. ദൈവം തന്റെ അഭിഷേകത്താലും ദൈവശക്തിയാലും നമ്മെ നിറയ്ക്കുന്നു. தேவன் தம்முடைய அபிஷேகத்தினாலும் வல்லமையினாலும் நம்மை நிறைப்பார். That is the next step of our peaceful life in which we grow. നാം വളർച്ച പ്രാപിക്കേണ്ട സമാധാനമുള്ള ജീവിതത്തിന്റെ അടുത്ത പടിയാകുന്നുവത്. நாம் வளர்ச்சி பெற வேண்டியதான சமாதான ஜீவியத்தின் அடுத்த படி அதுவாயிருக்கிறது. That is why in the book of Romans chapter 14 it is written, അതുകൊണ്ട് ആകുന്നു റോമാലേഖനം 14 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ஆனபடினால் ரோமர் 14 அதிகாரத்தில் விதமாய் சொல்லப்படுகிறது. Romans chapter 14 and 17th verse we read, for the kingdom of God is not meat and drink, but righteousness and peace and joy in the Holy Ghost. റോമാലേഖനം 14 അധ്യായം 17 വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ரோமர் 14 அதிகாரம் 17 வசனத்தில் தேவனுடைய ராஜ்யம் புசிப்பும் குடிப்பும் அல்ல, அது நீதியும் சமாதானமும் பரிசுத்த ஆவியினால் உண்டாகும் சந்தோஷமாயிருக்கிறது. When we obey the commandment of God, നാം ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുമ്പോൾ, நாம் தேவனுடைய கற்பனைக்கு கீழ்ப்படியும்போது God is filling us with the baptism of the Holy Ghost, which is the anointing of the Lord. ദൈവത്തിന്റെ അഭിഷേകമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കുന്നു. தேவனுடைய அபிஷேகமாயிருக்கிற பரிசுத்த ஆவியினாலே நம்மை நிறைக்கிறார். Thereby our inner man is strengthened by the power of God to do the will of God in our body. അത് മുഖാന്തരമായി ദൈവത്തിന്റെ പൂർണ്ണകവം ചെയ്യേണ്ടതിനായി നമ്മുടെ ആന്തരിക മനുഷ്യൻ ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുകയാകുന്നു. அதன் மூலமாக நம்முடைய உள்ளான மனிதன் தேவனுடைய வல்லமையினால் பலப்பட்டு பூர்ணமான தேவ சித்தம் செய்யும்படி ஆயத்தமாக்கப்படுகிறார். Righteousness, peace and joy in the Holy Ghost. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. நீதியும் சமாதானமும் பரிசுத்த ஆவியினால் உண்டாகும் It is சந்தோஷம். an essential experience for every child of God to receive in order to reach the city of peace. സമാധാനത്തിന്റെ രാജ്യത്തിൽ പട്ടണത്തിൽ എത്തേണ്ടതിനായി ഓരോ ദൈവവൈതലിന്റെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി കാണപ്പെടേണ്ട വസ്തുതകളാകുന്നു ഇത്. சமாதானமுள்ளதான அந்த பட்டணத்துக்குள் பிரவேசிக்கும்படியாக ஒவ்வொரு தேவனுடைய பிள்ளைக்கும் அவசியமான காரியங்கள் தான் இது. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். As we continue to live this life upon this earth, ഈ ലോകത്തിൽ പ്രകാരമുള്ള ജീവിതം നാം തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, இவ்விதமான ஜீவியத்தை இந்த உலகத்திலே நாம் தொடர்ந்தும் செய்யும்போது God gives us the fellowship in the church. ദൈവം സഭയിലെ കൂട്ടായ്മ നമുക്ക് നൽകി തരുന്നു. தேவன் சபையிலுள்ளதான ஐக்கியத்தை நமக்கு கொடுக்கிறார். So that we will be able to experience this peace in a better way. അത് മുഖാന്തരമായി ഈ സമാധാനം ഒരു ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. அதன் மூலமாக இந்த சமாதானத்தை இன்னும் மேன்மையாய் அனுபவிக்க முடியும். That is why we read in Psalm 119. അതുകൊണ്ടാകുന്നു 119 സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ, ஆனபடினால் 119 சங்கீதத்தில் வாசிக்கும்போது Psalm 119 and verse 165 it is written, great peace have they which love thy law. 119 സങ്കീർത്തനം 165 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. 119 சங்கீதம் 165 வசனத்திலே உம்முடைய வேதத்தை நேசிக்கிறவர்களுக்கு மிகுந்த சமாதானமுண்டு. Great peace have they which love thy law. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. உம்முடைய வேதத்தை நேசிக்கிறவர்களுக்கு மிகுந்த சமாதானமுண்டு. We should love the law of the Lord. നാം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കണം. நாம் தேவனுடைய பிரமாணங்களை நேசிக்க வேண்டும். Where do we receive this law from? എവിടെ നിന്നുമാകുന്നു ഈ ന്യായപ്രമാണം നമുക്ക് ലഭിക്കുന്നത്? எங்கே இருந்து இந்த பிரமாணங்களை நாம் பெற்றுக்கொள்கிறோம்? That is why God has given us the fellowship in the church with the consecrated servants of God. അതുകൊണ്ടാകുന്നു പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരുള്ള ഒരു സഭയുടെ കൂട്ടായ്മ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ஆனபடினால் தான் பிரதிஷ்டையுள்ளதான தேவனுடைய ஊழியக்காரருள்ளதான ஒரு சபையை
சபையில் நமக்கு ஐக்கியம் கொடுத்திருக்கிறார். In the book of Isaiah chapter 2, when we read, യെശയ്യാ പ്രവചനം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശയ്യാ 2-ാം അധികാരത്തിലെ വാസിക്കുമ്പോൾ Isaiah chapter 2 and verse 3, it is written that the law is proceeding out of Zion. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സിയോനിൽ നിന്ന് ഉപദേശം വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശയ്യാ 2-ാം അധികാരം 3-ാം വചനത്തിലെ സിയോനിലിருந்து വേദം വരുகிறது என்று பார்க்கிறோம். We must love this law which God is sending for us in the fellowship of the church. വിശുദ്ധന്മാരുടെ സഭയിൽ കൂട്ടായ്മയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവസ്ഥമാക്കണം. പരിശുദ്ധവാനുടെ ഐക്യമുള്ളതാണ് സഭയിലെ ദേവൻ അനുപ്പുകിற പ്രമാണങ്ങളെ നാം കൈക്കൊള്ള வேண்டும். Loving the Lord will help us to grow in the great peace of God. കർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സമാധാനത്തിൽ വളർച്ച പ്രാപിക്കുവാൻ നമുക്ക് ഇടയായി തീരും. கர்த்தரை நாம் நேசிக்கும் போது தேவனுடைய இந்த சமாதானத்தில் நாம் அதிகமாய் வளர்ச்சியை பெற்றுக் கொள்ள முடியும். When we love the law, we will be able to grow in the great peace of God. നാം ന്യായപ്രമാണത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സമാധാനത്തിൽ വളർച്ച പ്രാപിക്കുവാൻ കഴിയും. நாம் தேவனுடைய பிரமாணங்களை நேசிக்கும் போது தேவனுடைய பெரிதான சமாதானத்தில் நாம் வளர்ச்சி அடைய முடியும். That is why we need to preserve the fellowship of the church which God has given us. അതുകൊണ്ടാകുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഭയുടെ കൂട്ടായ്മയെ നാം സൂക്ഷിക്കേണ്ടതായി ആവശ്യമായിരിക്കുന്നത്. ஆனபடினால் தான் தேவன் நமக்கு கொடுத்திருக்கிறதான சபையின் ஐக்கியத்தை நாம் காத்துக்கொள்ள வேண்டும். The Lord speaks with us in very many ways when we come to His presence in the church. നാം സഭയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വിവിധ രീതികളിൽ അവൻ നമ്മോട് ഇടപെടുന്നു. சபையிலே தேவ சமூகத்திலே நாம் கடந்து வரும்போது தேவன் பல வகைகளில் நம்மோடு பேசுகிறார். When we accept the word of God in our heart, നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവവചനത്തെ അംഗീകരിക്കുമ്പോൾ நம்முடைய இதயத்திலே தேவனுடைய வசனத்தை நாம் ஏற்றுக்கொள்ளும்போது we will be having perfect peace and we can grow in that experience. നമുക്ക് തികഞ്ഞ സമാധാനമുണ്ടാകും. നമുക്ക് ആ അനുഭവത്തിൽ വളർച്ച പ്രാപിക്കുവാനും കഴിയും. நாம் பூர்ணமான சமாதானத்தை பெற முடியும். அந்த அனுபவத்திலே நாம் வளர்ச்சி அடைய முடியும். When we read in the book of Isaiah chapter 26, യെശയ്യാ പ്രവചനം 26-ാം അധ്യായം വായിക്കുമ്പോൾ യേശയ്യാ 26-ാം അധികാരത്തിലെ വാസിക്കുമ്പോൾ Isaiah chapter 26 and verse 3, it is written, യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശയ്യാ 26-ാം അധികാരം 3-ാം വചനത്തിൽ വിധമായി பார்க்கிறோம். Thou wilt keep him in perfect peace whose mind is stayed on thee because he trusteth in thee. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. உம்மை உறுதியாய் பற்றிக்கொண்ட மனதையுடையவன் உம்மையே நம்பியிருக்கிறபடியால் நீர் அவனை பூரண சமாதானத்துடன் காத்துக்கொள்வீர். Thou wilt keep him in perfect peace whose mind is stayed on thee. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. உம்மை உறுதியாய் பற்றிக்கொண்ட மனதையுடையவன் உம்மையே நம்பியிருக்கிறபடியால் நீர் அவனை பூர்ண சமாதானத்துடன் காத்துக்கொள்வீர். In English it is written, if your mind is stayed on God, then you will have perfect peace. ഇംഗ്ലീഷിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ മനസ്സ് കർത്താവെങ്കിൽ ദൈവത്തെങ്കിൽ സ്ഥിരമായിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ സമാധാനം ഉണ്ടാകുമെന്നാകുന്നു. ആംഗ്ലത്തിൽ വിധമായി சொல்லப்பட்டிருக்கிறது, நம்முடைய மனது தேவனை பற்றி இருக்குமென்றால் நாம் பூர்ண சமாதானம் பெற்றுக்கொள்வோம். In this world we have to face various problems in our life. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ നാം നേരിടേണ്ടതായുണ്ട്. இந்த உலகத்திலே நாம் அநேக பிரச்சனைகளை சந்திக்க வேண்டும். We go through various trials and temptations. വിവിധ പരീക്ഷകളിലൂടെ ശോധനകളിലൂടെ നാം കടന്നു പോകുന്നു. பலவிதமான சோதனைகள் போராட்டங்கள் வழியாக கடந்து போகிறோம். We have to go through various difficult situations. വിവിധ പ്രയാസ ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നു. பலவிதமான கடின சூழ்நிலையின் வழியாக கடந்து போக வேண்டும். But if we allow our mind to stay in God, then we will be able to maintain our peace. എന്നാൽ നമ്മുടെ മനസ്സ് നാം കർത്താവിൽ മാത്രം സ്ഥിരമാക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ സമാധാനത്തെ സൂക്ഷിപ്പാൻ കഴിയും. ஆனால் நம்முடைய மனது நம்முடைய தேவனை உறுதியாய் பற்றிக் கொண்டிருக்கும் என்றால் நம்முடைய சமாதானத்தை நாம் காத்துக்கொள்ள முடியும். If we take our mind away from God and concentrate on the problems that we face, we will lose our peace. അതിന് പകരമായി നമ്മുടെ മനസ്സ് കർത്താവിൽ നിന്ന് മാറ്റി നാം നേരിടുന്ന പ്രശ്നങ്ങളുടെ മേൽ നമ്മുടെ മനസ്സിനെ നാം ഉറപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടമായി തീരും. அதற்கு பதிலாக நம்முடைய மனதை தேவனிடத்திலிருந்து திருப்பி நம்முடைய பிரச்சனைகள் மேல் வைத்தால் நம்முடைய சமாதானத்தை இழந்து போவோம். If we make our mind to stay on the trials and temptations that we go through in this life,
we will not be able to maintain our peace. ഈ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ മേൽ, പരീക്ഷകളുടെ മേൽ നമ്മുടെ മനസ്സിനെ നാം സ്ഥിരമാക്കുന്നുവെങ്കിൽ നമുക്ക് പൂർണ്ണമായ സമാധാനം അനുഭവിക്കുവാൻ കഴിയുകയില്ല. இந்த ஜீவியத்திலே வருகிறதான சோதனை போராட்டங்களின் மேல் நம்முடைய மனது பற்றி இருக்கும் என்றால் நாம் பூர்ண சமாதானத்தை பெற்றுக்கொள்ள முடியாது. Our mind should stay on the Lord. നമ്മുടെ മനസ്സ് എപ്പോഴും അവനിൽ, കർത്താവിങ്കിൽ സ്ഥിരമായിരിക്കണം. நம்முடைய மனது எப்போதும் தேவனை உறுதியாய் பற்றிக் கொண்டிருக்க வேண்டும். We shouldn't allow mind to be taken away from the Lord and to set on the problems that we go through. ഒരിക്കലും കർത്താവിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നാം പോകുന്നതായ പ്രശ്നങ്ങളുടെ മേൽ നമ്മുടെ മനസ്സിനെ പതിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരരുത്. ஒரு நாளும் நம்முடைய மனதை தேவனிடத்திலிருந்து திருப்பி நாம் நேரிடுகிற பிரச்சனைகளின் மேல் வைக்க இடம் கொடுக்க கூடாது. That is why the second portion of that scripture says, because he trusteth in thee. അതുകൊണ്ടാകുന്നു അതിന്റെ രണ്ടാം ഭാഗത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, അവൻ നിന്നിൽ ആശ്രയിക്കൊണ്ട്. அந்த வசனத்தின் இரண்டாம் பகுதியில் விதமாய் சொல்லப்படுகிறது, அவன் உண்மையே நம்பி இருக்கிறபடினால் We must put our trust in the Lord. നമ്മുടെ പൂർണ്ണ ആശ്രയം കർത്താവിൽ നാം വെച്ചുകൊള്ളണം. நம்முடைய நம்பிக்கை முற்றிலுமாய் தேவனில் வைத்திருக்க வேண்டும். If we can put our trust in the Lord, then we will be able to keep our mind stayed on the Lord. നമ്മുടെ കർത്താവിൽ മാത്രം നമ്മുടെ ആശ്രയം വെക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സും കർത്താവിൽ മാത്രം ഉറപ്പിക്കുവാൻ കഴിയും. நம்முடைய நம்பிக்கை தேவன் பேரில் வைத்திருப்போம் என்றால் நம்முடைய மனதும் தேவனையே பற்றியிருக்கும். That is why we have been given exceeding great and precious promises in the word of God. അതുകൊണ്ടാകുന്നു തിരുവചനത്തിൽ അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ നമുക്കായി അവൻ നൽകിയിരിക്കുന്നത്. ആനപടിയാൽ தான் வேதத்திலே மகா மேன்மையும் விலையேறப்பட்டதுமான வாக்குத்தத்தங்களை அவர் கொடுத்திருக்கிறார். That we can believe and put our trust on him and claim them in the times of trial. നമുക്ക് അതിൽ വിശ്വസിച്ച് നാം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് ആ കാര്യങ്ങളൊക്കെയും അവകാശപ്പെടുവാൻ കഴിയും. அதை நாம் நம்முடைய மனதிலே வைத்துக் கொண்டு நாம் சோதனைகள் போராட்டங்கள் வழியாக கடந்து போகும்போது அந்த வாக்குத்தத்தங்களின் மேல் நாம் உரிமை பாராட்ட முடியும். Believing in God is one thing. ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരു കാര്യം, தேவனில் விசுவாசிப்பது ஒரு காரியம். But trusting in the Lord is another greater experience. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അതിലും ശ്രേഷ്ഠമായ മറ്റൊരു അനുഭവമാകുന്നു. ஆனால் கர்த்தர் மேல் நம்பிக்கையாயிருப்பது அதிலும் மேன்மையான காரியம். Anybody can say, I believe. ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആർക്കും പറയുവാൻ കഴിയും. நான் விசுவாசிக்கிறேன் என்று யாரும் சொல்ல முடியும். But when we go through trials and temptations, do we put our trust in God or upon something else? എന്നാൽ നാം പരീക്ഷകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആശ്രയം നാം കർത്താവിൽ മാത്രം വെക്കുന്നുവോ അതോ മറ്റെന്തെങ്കിലും ആകുന്നുവോ വെക്കുന്നത്? ஆனால் நாம் சோதனைகள் போராட்டங்கள் வழியாக கடந்து போகும்போது நம்முடைய நம்பிக்கை தேவன் பேரில் வைக்கிறோமா அல்லது வேற எங்கேயாவது வைக்கிறோமா? That is why we need to put our trust in the Lord. അതുകൊണ്ടാകുന്നു നമ്മുടെ ആശ്രയം നാം കർത്താവിൽ വെക്കേണ്ടത്. ஆனபடியால் தான் நம்முடைய நம்பிக்கை தேவன் பேரில் இருக்க வேண்டும். Only if our mind is stayed on God, we will be able to trust him. നമ്മുടെ മനസ്സ് അവനിൽ സ്ഥിരമായെങ്കിൽ മാത്രമേ അവനിൽ ആശ്രയിപ്പാനും നമുക്ക് കഴിയുകയുള്ളൂ. நம்முடைய மனது அவரை உறுதியாய் பற்றியிருந்தால் மட்டுமே அவர் மேல் நம்பிக்கையாய் இருக்க முடியும். If it is so, we will be able to experience a perfect peace at all situations. അങ്ങനെയെങ്കിൽ എല്ലാ സാഹചര്യത്തിലും തികഞ്ഞ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. அப்பொழுது எல்லா சூழ்நிலையின் மத்தியிலும் பூர்ண சமாதானத்தை அனுபவிக்க முடியும். God who started a work of peace in our life. ദൈവം സമാധാനത്തിന്റെ ഒരു പ്രവൃത്തി നമ്മിൽ ആരംഭിച്ചിരിക്കുന്നു. சமாதானத்தின் கிரியை நம்மிலே ஆரம்பித்ததான தேவன் He wants to perfect that unto that very end. അത് അന്ത്യത്തോളം അതിനെ തികപ്പാനും അവൻ ആഗ്രഹിക്കുന്നു. அதை முடிவு பரியந்தம் பூர்ணப்படுத்தும்படி அவர் விரும்புகிறார். Let us believe what God has promised us. അത് നാം ഇത് വിശ്വസിക്കുക. ദൈവം അത് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. தேவன் வாக்கு பண்ணினதை நாம் விசுவாசிப்போமாக. And the very God of peace sanctify you wholly. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുമാറാകട്ടെ. சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. God has promised us that he will be able to take us to the very perfection of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ തികവിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും എന്നവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. கர்த்தராகிய இயேசு கிறிஸ்துவின் அதே பூரணத்துக்கு நம்மையும் வழிநடத்துவேன் என்று அவர் வாக்கு Let us பண்ணியிருக்கிறார். allow our mind to be stayed on God himself. അതുകൊണ്ട് ദൈവത്തിൽ മാത്രം നമ്മുടെ മനസ്സെപ്പോഴും സ്ഥിരമായിരിക്കാൻ നാം അനുവദിക്കുക. ஆனபடி நான் நம்முடைய மனதை எப்போதும் தேவனை மட்டும் உறுதியாய் பற்றியிருக்கும்படி இடம் கொடுப்போம். Believing the promises of God and putting our trust on him and him alone. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മാത്രം വിശ്വസിച്ച് നമ്മുടെ ആശ്രയം അവനിൽ മാത്രം അർപ്പിച്ചുകൊണ്ട്
தேவனுடைய வாக்குத்தத்தங்களை விசுவாசித்து நம்முடைய நம்பிக்கையை தேவன் பேரில் மட்டும் வைத்திருப்போம். In the times of trials and battles and problems, we will be able to preserve the peace which God has given us. കഷ്ടങ്ങളുടെയും പരീക്ഷകളുടെയും യുദ്ധങ്ങളുടെയും സന്ദർഭത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമാധാനം നമുക്ക് സൂക്ഷിപ്പാൻ കഴിയും. பாடுகள் போராட்டங்கள் சோதனைகளின் வேளையில் தேவன் நமக்கு கொடுத்திருக்கிறதான சமாதானத்தை நாம் காத்துக்கொள்ள முடியும். Prayer life is another experience that we need in order to preserve our peace. നമ്മുടെ സമാധാനം നാം സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത് മറ്റൊരു അത്യന്താപേക്ഷിതമായ കാര്യമാകുന്നു. நம்முடைய சமாதானத்தை காத்துக்கொள்ளும்படி ஜெப ஜீவிதம் மற்றொரு அவசியமான அனுபவமாயிருக்கிறது. That is why in Philippians chapter 4 when we read, അതുകൊണ്ടാകുന്നു ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ, ஆனபடியால் பிலிப்பியர் 4-ஆம் அதிகாரத்தில் வாசிக்கும்போது, Philippians chapter 4 and verse 6 and verse 7 when we read, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, பிலிப்பியர் 4-ஆம் அதிகாரம் 6-ஆம் 7-ஆம் வசனங்களை வாசிக்கும்போது, be careful for nothing, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, நீங்கள் ஒன்றுக்கும் கவலைப்படாமல், but in everything by prayer and supplication with thanksgiving let your requests be made known unto God. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. எல்லாவற்றையும் குறித்து உங்கள் விண்ணப்பங்களை ஸ்தோத்திரத்தோட கூடிய ஜெபத்தினாலும் வேண்டுதலினாலும் தேவனுக்கு தெரியப்படுத்துங்கள். And the peace of God which passeth all understanding shall keep your hearts and minds through Christ Jesus. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. அப்பொழுது எல்லா புத்திக்கு மேலான தேவ சமாதானம் உங்கள் இருதயங்களையும் உங்கள் சிந்தைகளையும் கிறிஸ்து இயேசுக்குள்ளாக காத்துக்கொள்ளும். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். A peaceful life can be maintained by spending our time in prayers in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മുടെ സമയം നാം ചെലവഴിക്കുമ്പോൾ സമാധാനമുള്ള ഒരു ജീവിതം പുലർത്തുവാൻ നമുക്ക് സാധ്യമായി തീരും. தேவனுடைய சமூகத்திலே ஜெபத்தில் நம்முடைய நேரங்களை செலவிடும்போது சமாதானமுள்ள ஜீவியத்தை காத்துக்கொள்ள முடியும். Yes, in this world we are full of cares and burdens. ഈ ലോകത്തിൽ നാം ആകുല ചിന്തകളാലും ഭാരങ്ങളാലും നിറയപ്പെട്ടിരിക്കുന്നു. இந்த உலகத்தில் அநேக கவலைகளாலும் பாரத்தினாலும் நிறைந்திருக்கிறோம். However, we can live a carefree life in this world which is full of cares. എന്നാൽ ഈ ആകുല വ്യാകുലങ്ങൾ നിറയപ്പെട്ട ഈ ലോകത്തിൽ വ്യാകുലമില്ലാത്ത ഒരു ജീവിതം നമ്മെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും. ஆனால் இவ்விதமான கவலைகள் உள்ளதான இந்த உலகத்திலே கவலைகளற்றதான ஒரு ஜீவிதம் செய்ய முடியும். This is the difference between our life and from the people of this world. അതാകുന്നു ലോകജനത്തിലെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. அதுவே நம்முடைய ஜீவியத்திற்கும் உலக ஜனங்களுக்கும் உள்ளதான வித்தியாசம். Casting all our burdens upon the Lord and preserving the peace which God has given us in prayers and supplications. നമ്മുടെ സകല ഭാരങ്ങളിലും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും നമ്മുടെ സകല ആവശ്യങ്ങളും അവനിൽ അർപ്പിക്കുന്ന അനുഭവമാകുന്നു. நம்முடைய கவலைகளையும் பாரங்களையும் நம்முடைய தேவன் மேல் வைத்துவிட்டு ஜெபத்திலும் விண்ணப்பத்திலும் தரித்திருந்து நம்முடைய சமாதானத்தை காத்துக் கொள்கிறோம். That is why in Psalm 52 and verse 22, 55 verse 22 it is written, cast thy burden upon the Lord. അതുകൊണ്ടാകുന്നു 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ஆனபடியினால் தான் சங்கீதம் 55-ஆம் சங்கீதம் 22-ஆம் வசனத்தில் கர்த்தர் மேல் உன் பாரத்தை வைத்துவிடு என்று பார்க்கிறோம். And he shall not suffer the righteous to be moved. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. நீதிமானை ஒருபோதும் தள்ளாட விட்டார். Cast thy burden upon the Lord. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. கர்த்தர் மேல் உன் பாரத்தை வைத்துவிடு. Casting all your care upon him, for he cares for you. അവൻ നിങ്ങൾക്കായി കരുതുകൊണ്ട് നിങ്ങളുടെ സകല ഭാരങ്ങളും അവന്റെ മേൽ വെച്ചുകൊള്ളുവിൻ. அவர் உங்களுக்காய் கவலைப்படுகிறபடினால் உங்களுடைய சகல கவலைகளையும் அவர் மேல் வைத்து விடுங்கள். If we are going to be burdened like the people of this world when we face with various cares and problems, ഈ ലോകത്തിലുള്ള ജനങ്ങളെ പോലെ നാമും ഭാരപ്പെടുന്നുവെങ്കിൽ വിവിധത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നാം അകപ്പെട്ടു പോകും. இந்த உலக ஜனங்களைப் போல நாமும் கவலைப்படுவோம் என்றால் பலவிதமான பாடுகள் சோதனைக்குள் நாம் சிக்கிக்கொள்வோம். all what we can attain losing the peace which God has given us. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമാധാനം അത് എപ്പോഴും സൂക്ഷിക്കുക, അതാകുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. தேவன் நமக்கு கொடுத்திருக்கிறதான சமாதானத்தை நாம் எப்போதும் காத்துக்கொள்ள வேண்டியதாயிருக்கிறது. But once we need to believe and trust in the promises of God. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യണം. பிரியமான தேவனுடைய பிள்ளைகளே, தேவனுடைய வாக்குத்தத்தங்களை நாம் விசுவாசித்து நம்பிக்கையாயிருக்க வேண்டும். By taking the burden upon ourselves, we will never reach anywhere. Only we will lose the peace which God has given us. ഭാരം നമ്മുടെ മേൽ നാം ചുമക്കുവാൻ ശ്രമിച്ചാൽ നാം ഒരിടത്തും എത്തുകയില്ല.
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമാധാനം നഷ്ടപ്പെടുകയാകുന്നു, അത് മുഖാന്തരം ഇടയാകുക. நம்முடைய பாரத்தை நாமே சுமந்து கொள்வோம் என்றால் நாம் எங்கும் சென்றடைவதில்லை, நம்முடைய சமாதானத்தை இழந்து போவோம். Burden about the problems that we face. നാം നേരിടുന്നതായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഭാരം, நாம் சந்திக்கிறதான பாடுகளை குறித்ததான பாரம், Maybe the burden of our children. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം. நம்முடைய பிள்ளைகளை குறித்ததான பாரம், Burden about the future. ചിലപ്പോൾ ഭാവിയെ കുറിച്ചുള്ള ഭാരം, வருங்காலத்தை குறித்ததான பாரம், Burden about the sicknesses. രോഗങ്ങളെ കുറിച്ചുള്ള ഭാരം. வியாதியை குறித்ததான There பாரம். are so many cares and burdens in this world. അങ്ങനെ ഈ ലോകത്തിൽ അനേകം ആകുല ചിന്തകളും ഭാരങ്ങളുമുണ്ട്. இவ்விதமாக உலகத்திலே அநேக கவலைகளும் பாரங்களும் உண்டு. God has called us that we will be able to cast all our burdens and cares upon the Lord. നമ്മുടെ സകല ഭാരങ്ങളും സകല വ്യാകുല ചിന്തകളും അവന്റെ മേൽ അർപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. நம்முடைய எல்லா கவலைகளும் பாரங்களும் நம்முடைய தேவன் மேல் வைக்கும்படியாய் அவர் நம்மை அழைத்திருக்கிறார். By prayer and supplication with thanksgiving, we can make the Lord all our requests to know. പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ നമ്മുടെ സകല അപേക്ഷയും അവനെ അറിയിക്കുവാൻ നമുക്ക് കഴിയും. ஜெபத்தோடும் விண்ணப்பத்தோடும் கூடிய ஸ்தோத்திரத்தினாலும் நம்முடைய எல்லா தேவைகளையும் நம்முடைய தேவனிடத்தில் அறிவிக்க முடியும். Prayers and thanksgiving are two wings of our spiritual man. പ്രാർത്ഥനയും സ്തോത്രവും ആത്മീക ജീവിതത്തിന്റെ രണ്ട് ചിറകുകളാകുന്നു. ஜெபமும் ஸ்தோத்திரமும் ஆவிக்குரிய ஜீவியத்தின் இரண்டு சிறகுகளாய் இருக்கிறது. By using these wings of prayers and thanksgiving, we can fly above all the cares and burdens. ഈ പ്രാർത്ഥനയും സ്തോത്രവും എന്ന രണ്ട് ചിറകുകൾ ഉപയോഗിച്ച് സകല ഭാരത്തിന്റെ മേലും പ്രയാസങ്ങളുടെ മേലും അതിന്റെ മീതെ പറക്കുവാൻ നമുക്ക് കഴിയും. இந்த ஜெபம் ஸ்தோத்திரம் என்று சொல்லப்படுகிற இரண்டு சட்டைகளை உபயோகித்து எல்லா பாரங்கள் கவலைகளுக்கு மீதாக நாம் பறந்துயர முடியும். Spending time in the presence of God upon our knees and making the Lord to know all our difficulties will help us to maintain the peace which God has given us. മുട്ടിന്മേൽ നമ്മുടെ സമയത്തെ ചെലവഴിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സകല ഭാരങ്ങളെയും അർപ്പിച്ച് അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമാധാനത്തെ പുലർത്തുവാൻ നമുക്ക് സാധ്യമാകും. முழங்கால் நின்று தேவ சன்னிதானத்திலே நம்முடைய தேவைகளையும் கவலைகளையும் தேவனிடத்தில் அறிவித்தால் அவ்விதமாக நம்முடைய சமாதானத்தை காத்துக்கொள்ள முடியும். Let us reconsecrate our life to spend time in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കേണ്ടതിനായി നമ്മുടെ ജീവിതങ്ങളെ പുനഃപ്രതിഷ്ഠിക്കുക. தேவ சமூகத்திலே நம்முடைய நேரத்தை செலவிடும்படியாய் நம்முடைய ஜீவியத்தை மறுபடியும் அர்ப்பணிப்போமாக. Many a time we are running around here and there to solve our problems. അനേക സന്ദർഭങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതിനായി അവിടെയും ഇവിടെയും നാം ഓടുന്നു. அநேக சந்தர்ப்பங்களில் நம்முடைய பிரச்சனைகளுக்கு பரிகாரம் உண்டாக்கும்படி இங்கும் அங்கும் ஓடித்திரிகிறோம். We become the people of feet instead of becoming the people of knees. നാം മുട്ടിന്മേലിരിക്കുന്ന ജനത്തിന് പകരമായി പാദത്തിന്മേലായിരിക്കുന്ന ജനമായി മാറുന്നു. நாம் முழங்கால்கள் நிற்க வேண்டிய ஜனமாயிருப்பதற்கு பதிலாக கால்களில் ஓடுகிற ஜனமாயிருக்கிறோம். For the solution and the remedy of our problems, we run around here and there instead of spending our time in the presence of God upon the knees. നാം മുട്ടിന്മേൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ പകരുന്നതിന് പകരമായി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി നാം അവിടെയും ഇവിടെയും ഓടുന്നവരായി കാണപ്പെടുന്നു. நாம் நம்முடைய பிரச்சனைகளுக்கு பரிகாரம் உண்டாக்கும்படி முழங்கால்களில் தேவ சமூகத்தில் நேரத்தை செலவிடுவதற்கு பதிலாக நாம் நம்முடைய கால்களால் இங்கும் அங்கும் ஓடிக்கொண்டிருக்கிறோம். Let us strengthen the feeble knees in the presence of God. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുഴഞ്ഞ മുഴങ്കാലുകളെ നമുക്ക് ശക്തീകരിക്കാം. ஆனால் நாம் தேவ சமூகத்திலே தளர்ந்த முழங்கால்களை நாம் பலப்படுத்துவோம். And the peace that passeth all understanding shall rule your hearts and minds. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കും. அப்பொழுது எல்லா புத்திக்கும் மேலான தேவ சமாதானம் உங்கள் இருதயங்களையும் உங்கள் சிந்தைகளையும் காத்துக்கொள்ளும். For such a peaceful life shall we all praise God. അങ്ങനെ ഒരു സമാധാനമുള്ള ജീവിതത്തിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் ஸ்தோத்திரம் Hallelujah, 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 hallelujah. Follow peace with all men and holiness. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. யாவரோடும் சமாதானமாயிருக்கவும் பரிசுத்தமுள்ளவர்களாயிருக்கவும் நாடுங்கள். How can we follow peace with others? എങ്ങനെയാകുന്നു മറ്റുള്ളവരോട് നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയുക? எவ்விதமாக மற்றவர்களோடு சமாதானமாயிருக்க முடியும்? The peace that we have received in our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാപിച്ചിരിക്കുന്ന സമാധാനം, நம்முடைய இருதயங்களில் நாம் பெற்றுக்கொண்டிருக்கிறதான சமாதானம், How did we receive this peace? എങ്ങനെയാകുന്നു ഈ സമാധാനം നമുക്ക് ലഭിച്ചത്? எவ்விதமாக இந்த சமாதானத்தை நாம் பெற்றுக்கொண்டோம்? Because the Lord forgave all our sins and transgressions. നമ്മുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുകൊണ്ട്, நம்முடைய எல்லா பாவங்களையும் அக்கிரமங்களையும் நம்முடைய கர்த்தராகிய இயேசு மன்னித்தபடியினால், Because the Lord pardoned all our sins,
we received this peace and we became one with our God. നമ്മുടെ സകല പാപങ്ങളെയും നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ച് അവന്റെ സമാധാനം നമുക്ക് നൽകിയതുകൊണ്ട് നാം അവനുമായി ഒന്നായിത്തീരുന്നു. നമ്മുടെ സകല പാവങ്ങളെ അവർ മன்னித்து നമ്മുടെ സമാധാനത്തിന് കൊടുത്തപടിയാൽ നാം അവരോട് ഒന്നാക്കപ്പെട്ടിരിக்கிறோம். The word of God says, if the Lord is going to mark our iniquity, who will be able to stand before him? തിരുവചനം പ്രകാരം ചോദിക്കുന്നു, ദൈവം അകൃത്യങ്ങളെ കണക്കിട്ടാൽ ആർക്ക് നിലനിൽപ്പാൻ കഴിയും? വേദം വിധമായി ചൊല്ലുகிறது, தேவன் நம்முடைய அக்கிரமங்களை எண்ணினால் யார் அவருக்கு முன்பாக நிற்க முடியும்? Because the Lord forgave our sins. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുകൊണ്ട്, அவர் நம்முடைய பாவங்களை மன்னித்தபடியால், Not only he forgave, he forgot them all. അവൻ ക്ഷമിക്കുക മാത്രമല്ല അവയൊക്കെയും അവൻ മറന്നും കളഞ്ഞിരിക്കുന്നു. அவர் மன்னித்தது மட்டுமல்ல, அவைகளெல்லாம் அவர் மறந்தும் விட்டார். We received this peace and we became one with God. ഈ സമാധാനം നാം പ്രാപിച്ച് അങ്ങനെ ദൈവമായി നാം ഒന്നായിരിക്കുന്നു. இந்த சமாதானத்தை நாம் பெற்றுக்கொண்டு தேவனோடு ஒன்றாக்கப்பட்டோம். Because God forgave our sins and forgot them all, we received this peaceful life. ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് അവയെ മറന്നു കളഞ്ഞതുകൊണ്ട് നാം ഈ സമാധാനമുള്ള ജീവിതം പ്രാപിച്ചിരിക്കുന്നു. தேவன் நம்முடைய பாவங்களை எல்லாம் மன்னித்து மறந்து விட்டபடியால் இந்த சமாதானமுள்ள ஜீவியத்தை நாம் பெற்றுக்கொண்டோம். So, in order to live in peace with others, അതുകൊണ്ട് മറ്റുള്ളവരോട് സമാധാനത്തിൽ ജീവിക്കേണ്ടതിന്, ஆனபடியால் மற்றவர்களோடு சமாதானத்தில் ஜீவிக்கும்படி what are we to do? നാം എന്താകുന്നു ചെയ്യേണ്ടത്? நாம் என்ன செய்ய வேண்டும்? We need to forgive others their offenses. മറ്റുള്ളവരുടെ തെറ്റുകളെ നാമും ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. மற்றவர்களுடைய குறைவுகளை நாம் அவர்களுக்கு மன்னிக்க We வேண்டும். need to forgive the offenses of others and forget them all. മറ്റുള്ളവരുടെ തെറ്റുകളെ നാം ക്ഷമിക്കുകയും അവ മറക്കുകയും വേണം. மற்றவருடைய குறைகளையும் தவறுகளையும் நாம் மன்னித்து மறக்க வேண்டும். Only by forgiving the offenses of others and forgetting them, we will be able to live in peace with others. മറ്റുള്ളവരുടെ കുറവുകളെ നാം ക്ഷമിച്ച് അവയെ മറക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. மற்றவருடைய குறைகளை நாம் மன்னித்து மறந்தால் மட்டுமே மற்றவர்களோடு சமாதானமாயிருக்க முடியும். We should live in peace with God. നാം ദൈവത്തോട് സമാധാനത്തിൽ ജീവിക്കണം. நாம் தேவனோடு சமாதானமாயிருக்க வேண்டும். We should live in peace with one another. നാം അന്യോന്യം സമാധാനത്തിൽ ജീവിക്കണം. நாம் ஒருவரோடொருவர் சமாதானமாயிருக்க வேண்டும். Only by forgiving others we will be able to live in peace and unity and oneness. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ സമാധാനത്തിലും ഐക്യത്തിലും ഒരുമയിലും വസിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. நாம் மற்றவர்களுக்கு மன்னிக்கும் போது மட்டுமே சமாதானத்திலும் ஐக்கியத்திலும் ஒற்றுமையிலும் ஜீவிக்க முடியும். That is the plan of God concerning the entire humanity. മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാകുന്നു. மனுக்குலத்தை குறித்து தேவனுடைய நோக்கம் அதுவாயிருந்தது. To form a group of people, those who live in unity and oneness and peace and harmony. ഐക്യത്തിലും ഒരുമയിലും സമാധാനത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കുക. ஐக்கியத்திலும் ஒற்றுமையிலும் ஒரு மனதிலும் சமாதானத்திலும் ஜீவிக்கிற ஒரு கூட்டம் ஜனத்தை ஆயத்தம் பண்ணும்படி. Today this entire humanity is divided on various bases. ഇന്ന് മാനവരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവിധ കാര്യങ്ങളാൽ അവയൊക്കെയും ഛിന്ന ഭിന്നമായി കാണപ്പെടുന്നു. இன்று மனுக்குலத்தை பார்க்கும்போது பல காரணங்களால் அவர்கள் பிரிந்து காணப்படுகிறார்கள். Man who was supposed to live in peace, he lives in pieces. സമാധാനത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ ഇപ്പോൾ പല കഷണങ്ങളായി ജീവിക്കുന്നു. சமாதானத்தில் ஜீவிக்க வேண்டியதான மனிதர்கள் இப்போது துண்டு துண்டாய் மாற்றப்பட்டிருக்கிறார்கள். Through the ministry of the New Testament church, പുതിയ നിയമസഭയുടെ ശുശ്രൂഷയിലൂടെ, புதிய ஏற்பாட்டு சபையின் ஊழியத்தின் மூலமாக, through the apostolic ministry, അപ്പോസ്തോലിക ശുശ്രൂഷയിലൂടെ, அப்போஸ்தல ஊழியத்தின் மூலமாக God is creating a people who live in peace and harmony and unity and oneness. സമാധാനത്തിലും സൗഹാർദ്ദത്തിലും ഒരുമയിലും ഐക്യത്തിലും വസിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം വാർത്തെടുക്കുകയാകുന്നു. சமாதானத்திலும் ஐக்கியத்திலும் ஒரு மனதிலும் ஜீவிக்கிறதான ஒரு கூட்டம் ஜனத்தை தேவன் ஆயத்தம் பண்ணுகிறார். In order to preserve the holiness which God has given us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധീകരണത്തെ നാം സൂക്ഷിക്കേണ്ടതിന്, தேவன் நமக்கு கொடுத்திருக்கிறதான பரிசுத்தத்தை காத்துக்கொள்ளும்படி, in order to become perfect in the holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നാം പൂർണ്ണരായി കാണപ്പെടേണ്ടതിന്, தேவனுடைய பரிசுத்தத்தில் நாம் பூர்ணராக்கப்படும்படி, we need to follow peace with others. നാം എല്ലാവരോടും സമാധാനം ആചരിക്കേണ്ടിയിരിക്കുന്നു. நாம் யாவரோடும் சமாதானமாயிருக்க வேண்டும். That is how whenever Jesus comes in glory, we will be able to meet him face to face. അതുകൊണ്ടാകുന്നു കർത്താവായ യേശുക്രിസ്തു തേജസ്സിൽ വരുമ്പോൾ നമുക്ക് അവനെ മുഖാമുഖം കാണുവാനിടയായി തീരുക. அப்பொழுது மட்டுமே நம்முடைய கர்த்தராகிய இயேசு மகிமையில் வெளிப்படும் போது அவரை முகமுகமாய் காண முடியும். If we are not able to live in peace with others, മറ്റുള്ളവരുമായി നമുക്ക് സമാധാനം
സമാധാനത്തിൽ ജീവിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ, மற்றவர்களோடு நாம் சமாதானமாய் ஜீவிக்க முடியவில்லை என்றால், or if we are not willing to forgive others and forget their offenses, മറ്റുള്ളവരുടെ തെറ്റുകളെ നാം അവരോട് ക്ഷമിക്കുവാനും അവയെ മറക്കുവാനും നമുക്ക് മനസ്സില്ല എങ്കിൽ, மற்றவருடைய தவறுகளை மன்னித்து மறக்க நமக்கு மனதில்லை என்றால், in the following scriptures it is written what is going to happen to us. താഴെയുള്ള തിരുവെഴുത്തിൻ ഭാഗങ്ങളിൽ എന്താകുന്നു നമുക്ക് സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. கீழேயுள்ளதான வசனங்களில் என்ன சம்பவிக்கும் என்பது சொல்லப்பட்டிருக்கிறது. In Hebrews 12:15 we read, ലേഖനം 12 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ, எபிரேயர் 12 அதிகாரம் 15 வசனத்திலே வாசிக்கும் போது, looking diligently lest any man fail of the grace of God. ആരും ദൈവകൃപ വിട്ട് പിന്മാറാതിരിക്കേണ്ടതിന് ജാഗ്രതയോടെ ഇരിപ്പിൻ. ஒருவனும் தேவனுடைய கிருபையை இழந்து போகாதபடி கவனமுள்ளவனாயிருக்க வேண்டும். We begin to fail the grace of God. നാം ദൈവത്തിന്റെ കൃപ വിട്ടുപോകുന്ന അവസ്ഥയിലായിത്തീരുന്നു. நாம் தேவனுடைய கிருபையை இழந்து போகிறவனாயிருக்கிறோம். By the grace of God we were forgiven. ദൈവത്തിന്റെ കൃപയാൽ നാം ക്ഷമിക്കപ്പെട്ടു. தேவ கிருபையினாலே நாம் மன்னிப்பை பெற்றுக்கொண்டோம். By the grace of God we received this salvation. ദൈവത്തിന്റെ കൃപയാൽ ഈ രക്ഷ നാം കരസ്ഥമാക്കി. தேவ கிருபையினாலே இந்த ரட்சிப்பை நாம் By பெற்றுக்கொண்டோம். the grace of God we received this peaceful life. ദൈവത്തിന്റെ കൃപയാൽ ഈ സമാധാനമുള്ള ജീവിതവും നമുക്ക് സാധ്യമായി തീർന്നു. தேவ கிருபையினாலே இந்த சமாதானமுள்ள ஜீவியத்தை நாம் பெற்றுக்கொண்டோம். So when we are not willing to forgive others, എന്നാൽ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിപ്പാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ, ஆனால் மற்றவர்களுக்கு மன்னிக்கும்படி நமக்கு மனதில்லை என்றால், we will fail the grace of God in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുകയാകുന്നു. நம்முடைய ஜீவியத்திலே தேவ கிருபையை நாம் இழந்து போவோம். We won't be able to proceed further without the grace of God in our spiritual journey. നമ്മുടെ ആത്മീക യാത്രയിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. நம்முடைய ஆவிக்குரிய பிரயாணத்தில் தேவ கிருபை இல்லாமல் முன்னேறி செல்ல முடியாது. Spiritual life is a life of grace. ആത്മീക ജീവിതം എന്ന് പറയുന്നത് കൃപയുടെ ജീവിതമാകുന്നു. ஆவிக்குரிய ஜீவிதம் என்று சொல்லப்படுவது கிருபையின் ஜீவிதம். Well, that's why St. Paul says, I am what I am by the grace of God. അതുകൊണ്ടാകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. ஆனபடி நான் பரிசுத்த பவுல் சொல்லுகிறார், நான் நிற்பதோ தேவ கிருபையினாலே. We need to humble ourselves so that the grace of God may be given in abundance to us. നമുക്ക് ധാരാളമായി സമൃദ്ധമായി ദൈവത്തിന്റെ കൃപ ലഭിക്കേണ്ടതിനായി നാം നമ്മെ തന്നെ താഴ്ത്തേണ്ടിയിരിക്കുന്നു. நாம் நிறைவான தேவ கிருபையை பெற்றுக் கொள்ளும்படி நம்மை நாம் தாழ்த்த வேண்டும். When we are not living in peace with others, മറ്റുള്ളവരുമായി സമാധാനത്തിൽ നാം ജീവിക്കാതെ ഇരിക്കുമ്പോൾ, நாம் மற்றவர்களோடு சமாதானம் இல்லாமல் ஜீவித்தால், we will fail of the grace of God. ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. தேவ கிருபையை நாம் இழந்து போவோம். And the next step is the root of bitterness is springing in us. അടുത്ത ചുവടെന്ന് പറയുന്നത് നമ്മിൽ കയ്പുള്ള വേര് മുളയ്ക്കുകയാകുന്നു. அடுத்தபடியாக கசப்பான வேர் நமக்குள் முளைக்கிறது. The root of bitterness is springing up in us. കയ്പുള്ള വേര് നമ്മിൽ മുളച്ചു വരുന്നു. கசப்பான வேர் நமக்குள் முளைத்து வருகிறது. Then it is troubling us അതിനുശേഷം അത് നമ്മെ കലക്കുന്നു. அதற்கு பின்பாக அது நம்மை கலக்கம் உண்டாக்குறது. and defiling us. അത് നമ്മെ മലിനപ്പെടുത്തുന്നു. அது நம்மை தீட்டுப்படுத்துகிறது. Thereby others are also getting defiled through us. അത് മുഖാന്തരം നമ്മിലൂടെ മറ്റുള്ളവരും മലിനപ്പെടുകയാകുന്നു. அதன் மூலமாக நம் மூலமாக மற்றவர்களும் தீட்டுப்படுகிறார்கள். Which means we are coming down from the standard of holiness which God expects about us. അതിന്റെ അർത്ഥം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശുദ്ധിയുടെ നിലവാരത്തിൽ നിന്നും നാം താഴേക്ക് വരുന്നു എന്നാകുന്നു. அதனுடைய அர்த்தம் தேவன் நம்மிலே எதிர்பார்க்கிற பரிசுத்தத்தின் நிலவரத்திலிருந்து நாம் கீழே வருகிறோம். We fail of the grace of God. ദൈവത്തിന്റെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. தேவ கிருபையை நாம் இழந்து போகிறோம். Root of bitterness springs up in us. നമ്മിൽ കയ്പിന്റെ വേര് മുളച്ചു വരുന്നു. கசப்பான வேர் நமக்குள் முளைத்து வருகிறது. And we produce the fruit of bitterness in our life. നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ ഫലം അതിനാൽ നാം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. அதன் மூலமாக நம்முடைய ஜீவியத்திலே கசப்பான கனி கொடுக்கிறவர்களாக இருக்கிறோம். Thereby we are troubled and we are defiled. അത് മുഖാന്തരമായി നമുക്ക് കലക്കമുള്ളവരായി തീർന്ന് നാം മലിനപ്പെട്ടു പോകുന്നു. அதன் மூலமாக நாம் கலக்கமுள்ளவர்களும் தீட்டுப்பட்டவர்களுமாக இருக்கிறோம். And by our life others are also getting defiled. നമ്മുടെ ജീവിതം നിമിത്തമായി മറ്റുള്ളവരും മലിനപ്പെട്ടു പോകുന്നു. நம்முடைய ஜீவியத்தின் மூலமாக மற்றவர்களும் தீட்டுப்படுகிறார்கள். God expects that we must be able to edify others, not to defile them. മറ്റുള്ളവരെ മലിനപ്പെടുത്തേണ്ടതിനല്ല, പകരമായി മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തേണ്ടതിനാകുന്നു ദൈവം നമ്മെക്കുറിച്ച്
ആഗ്രഹിക്കുന്നത്. மற்றவர்களை தீட்டுப்படுத்தும்படியல்ல, மற்றவர்களுக்குள் பக்தி விருத்தி உண்டாக்க வேண்டும் என்று தேவன் நம்மை குறித்து விரும்புகிறார். Let us examine ourselves and see whether we got any bitterness against others. നമ്മെ തന്നെ പരിശോധിച്ച് മറ്റുള്ളവർക്ക് വിരോധമായ എന്തെങ്കിലും കയ്പ് നമുക്കുണ്ടോ എന്ന് നാം കണ്ടറിയുക. நம்மை நாமே ஆராய்ந்து பார்த்து மற்றவர்களுக்கு விரோதமாக கசப்பு உண்டோ என்று ஆராய்ந்து Bitterness பார்ப்போம். against God. ദൈവത്തിന് വിരോധമായി കയ്പ്. தேவனுக்கு விரோதமான கசப்பு. Because God didn't answer my prayer, He didn't do this for me, that for me, therefore harboring bitterness in the heart. ദൈവം എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊണ്ടില്ല, എനിക്ക് അത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തില്ല, അതുകൊണ്ട് ദൈവത്തിന് വിരോധമായ ഹൃദയത്തിൽ കയ്പെ സൂക്ഷിക്കുന്നു. தேவன் என்னுடைய ஜெபத்துக்கு பதிலளிக்கவில்லை, எனக்கு அதை செய்யவில்லை, இதை செய்யவில்லை, ஆனபடியினால் கசப்புண்டாயிற்று. Bitterness against the servants of God. ദൈവത്തിന്റെ ശുശ്രൂഷക്കാരോട് കയ്പ്. தேவனுடைய ஊழியக்காரருக்கு விரோதமான கசப்பு. Bitterness against other believers. മറ്റുള്ള വിശ്വാസികളോട് കയ്പ്. மற்ற விசுவாசிகளுக்கு எதிரான Or கசப்பு. bitterness against other families. നമ്മുടെ കുടുംബങ്ങളോട് നമുക്ക് കയ്പ്. நம்முடைய குடும்பத்தோடு நமக்கு கசப்பு. When we have this root of bitterness in our heart, നമ്മുടെ ഹൃദയത്തിൽ ഇപ്രകാരം കയ്പിന്റെ വേര് ഉള്ളപ്പോൾ நம்முடைய ஜீவியத்தில் இந்த கசப்பான வேர் காணப்படும் போது wherever we go, we will bear the fruit of bitterness to others. നാം എവിടെ പോയിരുന്നാലും മറ്റുള്ളവർക്ക് കയ്പിന്റെ ഫലമാകുന്നു ഉളവാക്കുക. நாம் எங்கே போனாலும் மற்றவர்களுக்கு கசப்பான கனி கொடுக்கிறவர்களாயிருப்போம். Jesus said, "Ye have not chosen me, കഥാമായ യേശുക്രിസ്തു ഇപ്രകാരം തിരുവായി മെഴിഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തില്ല, கர்த்தராகிய இயேசு விதமாய் சொல்லியிருக்கிறார், நீங்கள் என்னை தெரிந்து கொள்ளவில்லை, I have chosen you and ordained you." ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ മുന്നേമിച്ചിരിക്കുന്നു. நான் உங்களை தெரிந்து கொண்டு உங்களை முன்குறித்திருக்கிறேன். That you should go and bring forth fruit, and your fruit may remain. നാം പോയി ഫലം കായ്ച്ച് ഫലം ഉണ്ടാകേണ്ടതിന്, ഫലം സൂക്ഷിക്കപ്പെടേണ്ടതിന്, நாம் கனி கொடுக்கவும் நம்முடைய கனி பாதுகாக்கப்படும்படியாகவும் Wherever we go, it is the expectancy of God. We should be bearing fruit for the glory of God. നാം എവിടെ പോയിരുന്നാലും നാം ദൈവനാമ മഹത്വത്തിനായി ഫലം കായ്ക്കണം. അതാകുന്നു നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. நாம் எங்கே போனாலும் தேவ நாம மகிமைக்கென்று நாம் கனி கொடுக்க வேண்டும் என்று தேவன் விரும்புகிறார். If there is any bitterness in your heart, uproot it forever. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ എന്നേക്കുമായി അതിനെ നീക്കിക്കളയുക. நம்முடைய ஜீவியத்தில் ஏதாகிலும் கசப்பு காணப்படும் என்றால் அதை வேரோடு நாம் பறித்து எறிந்து விடுவோம். Our fruit is depending upon our fruit. എന്തുകൊണ്ടാൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് അതിന്റെ വേരിനെ ആശ്രയിച്ചിരിക്കുന്നു. ஏனென்றால் நம்முடைய கனி நம்முடைய வேருக்கு ஏற்றதாயிருக்கும். Our fruit is depending upon our root. നമ്മുടെ ഫലം ആ വേരിനെ ആശ്രയിച്ചിരിക്കുന്നു. நம்முடைய கனி நம்முடைய வேருக்கு உகந்ததாயிருக்கும். If our root is a bitter root, we will be bearing only bitter fruits. നമ്മുടെ വേര് കയ്പുള്ള വേരാകുന്നുവെങ്കിൽ കയ്പുള്ള ഫലം മാത്രമേ അതിൽ നിന്നും ഉത്ഭവിക്കുകയുള്ളൂ. நம்முடைய வேர் கசப்பானதாயிருந்தால் அதிலே கசப்பான கனிகள் புறப்படும். But if our root is sweet, then we will be able to produce a sweet fruit. എന്നാൽ നമ്മുടെ വേര് മധുരമാകുന്നുവെങ്കിൽ ആ മാധുര്യമായ ഫലമാകുന്നു അതിൽ നിന്നും പുറപ്പെട്ടു വരിക. ஆனால் நம்முடைய வேர் இனிமையானதாயிருந்தால் நம்முடைய கனிகளும் இனிமையானதாயிருக்கும். That is why St. Paul says we must be rooted and grounded in the love of God. അതുകൊണ്ടാകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത് ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി എന്ന് പറഞ്ഞിരിക്കുന്നു. ஆனபடியினால் பரிசுத்த பவுல் சொல்கிறார், நாம் தேவனுடைய அன்பிலே வேரூன்றி நிலைப்பட்டவர்களாக இருக்க வேண்டும். When we are rooted and grounded in the love of God, we will be able to bear sweet fruit for the glory of God. ദൈവസ്നേഹത്തിൽ നാം വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി കാണപ്പെടുമ്പോൾ ദൈവ മഹത്വത്തിനായി നമുക്ക് മധുരമുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയും. தேவனுடைய அன்பிலே நாம் வேரூன்றி நிலைப்பட்டிருப்போம் என்றால் தேவநாம மகிமைக்கென்று இனிமையான கனிகளை புறப்படுவிக்க முடியும். If not, wherever we go, our life will be total miserable. ഇല്ല എങ്കിൽ നാം എവിടെ പോയിരുന്നാലും നമ്മുടെ ജീവിതം പൂർണ്ണമായും അരിഷ്ടമായിരിക്കും. இல்லாவிட்டால் நாம் எங்கே போனாலும் நம்முடைய ஜீவிதம் மிகவும் பரிதாபகரமாயிருக்கும். We are troubled, and by our life others are also defiled. നാം കലക്കമുള്ളവരായിരിക്കും. നമ്മുടെ ജീവിത മുഖാന്തരം മറ്റുള്ളവരും മാലിന്യപ്പെടും. நாம் கலக்கமுள்ளவர்களாயிருப்போம். நம்முடைய ஜீவியத்தின் மூலமாக மற்றவர்களும் தீட்டுப்படுவார்கள். If we are defiled in our life, we will not be able to caught up at the coming of the Lord. നമ്മുടെ ജീവിതത്തിൽ നാം മലിനപ്പെട്ടു പോയാൽ കർത്താവായ യേശുവിന് വരവെങ്കിൽ നാം എടുക്കപ്പെടുവാൻ കഴിയുകയില്ല. நம்முடைய ஜீவியத்திலே நாம் தீட்டுப்பட்டிருப்போம் என்றால் கர்த்தராகிய இயேசுவின் வருகையில் நாம் எடுத்துக் கொள்ளப்பட முடியாது. That is why the Bible says, "My dove, my undefiled is but one." അതുകൊണ്ടാകുന്നു തിരുവചനം ഇപ്രകാരം പറയുന്നത്, എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയും ഒരുത്തി മാത്രം.
ஆனபடினால் வேதம் சொல்லுகிறது, என்னுடைய புறாவும் என்னுடைய உத்தமையும் ஒருத்தியே. My dove, my undefiled is but one. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയും ഒരുത്തി മാത്രം. என் புறாவும் என் உத்தமையும் ஒருத்தி மட்டுமே. Having received this peaceful life in the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനമുള്ള ജീവിതം പ്രാപിച്ചു தேவ சமூகத்திலே சமாதானமுள்ள ஜீவியத்தை பெற்றுக்கொண்டு we should not be defiling our life. നാം നമ്മുടെ ജീവിതത്തെ മലിനപ്പെടുത്തുവാൻ പാടില്ല. நம்முடைய ஜீவியத்தை நாம் தீட்டுப்படுத்தக் கூடாது. We should not be defiling others by our life. നമ്മുടെ ജീവിതത്താൽ മറ്റുള്ളവരെ നാം മലിനപ്പെടുത്തുവാൻ പാടില്ല. நம்முடைய ஜீவியத்தினால் மற்றவர்களை தீட்டுப்படுத்தக் கூடாது. We must be seen as undefiled bride for the coming of the Lord. കർത്താവായ യേശുവിന്റെ വരവിനായി മാലിന്യമില്ലാത്ത ഒരു മണവാട്ടിയായി നാം കാണപ്പെടണം. கர்த்தராகிய இயேசுவின் வருகைக்கென்று தீட்டுப்படாத மனவாட்டியாய் நாம் காணப்பட The வேண்டும். inheritance which God has in store for us is undefiled. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അവകാശം മാലിന്യമേശാത്തതാകുന്നു. தேவன் நமக்கு ஆயத்தம் பண்ணியிருக்கிறதான சுதந்திரம் அது தீட்டுப்படாதது. Only the undefiled people will receive the undefiled inheritance in eternity. മാലിന്യമേശാത്തവർക്ക് മാത്രമേ നിത്യതയിൽ വെച്ചിരിക്കുന്ന മാലിന്യമേശാത്ത അവകാശവും പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. தீட்டுப்படாதவர்கள் மட்டுமே நிச்சயத்திலே வைக்கப்பட்டிருக்கிற தீட்டுப்படாத அந்த பொக்கிஷத்தை சுதந்திரிக்க முடியும். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். After mentioning about this defiled life, ഈ മാലിന്യമുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം இந்த தீட்டுப்பட்டதான ஜீவியத்தை குறித்து சொன்ன பின்பாக suddenly the word of God switches on to the life of Esau. വീണ്ടും ഉടനെ തന്നെ ദൈവത്തിന്റെ വചനം ഏശാവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. உடனே அடுத்தபடியாக ஏசாவின் ஜீவியத்தை குறித்து வேதம் சொல்லுகிறது. It appears that there is no connection with these two experiences. ഈ രണ്ട് അനുഭവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. இந்த இரண்டு அனுபவங்களுக்கு எவ்விதமான இணைப்பும் இல்லை என்று நினைக்கலாம். But when we look at the life of Esau, എന്നാൽ ഏശാവിന്റെ ജീവിതത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ஆனால் ஏசாவின் ஜீவியத்தை பார்க்கும்போது it is written that he despised his birthright for one morsel of meat. ഒരു ഊണിനു വേണ്ടി അവൻ തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു എന്ന് നാം കാണുന്നു. ஒருவேளை போஜனத்துக்காக தன் சிரேஷ்டபுத்திரமாகத்தை விற்று போட்டான் என்று பார்க்கிறோம். Afterward he desired to receive it again. വീണ്ടും അതെ പ്രാപിക്കുവാൻ താൻ ശ്രമിച്ചു, ആഗ്രഹിച്ചു. എങ്കിലും மறுபடியும் அதை பெற்றுக்கொள்ளும்படி விரும்பினான். He was rejected because he found no place of repentance. അവനെ തള്ളപ്പെട്ടു പോയി. എന്തുകൊണ്ടെന്നാൽ അവന് മാനസാന്തരത്തിന് വഴി കണ്ടില്ല. அவன் மனம் திரும்புவதற்கு ஏதுவில்லாதபடியினால் அவன் ஆகாதவன் என்று தள்ளப்பட்டான். What does this show? എന്താകുന്നു ഇത് കാണിക്കുന്നത്? இது எதை காண்பிக்கிறது? If we are not able to maintain our peaceful life in the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സമാധാനമുള്ള ജീവിതം നമുക്ക് പുലർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, தேவ சமூகத்திலே நம்முடைய சமாதானமுள்ள ஜீவியத்தை நாம் காத்துக்கொள்ள முடியவில்லை என்றால் it will cause us to lose the birthright which God has in store for us. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജ്യേഷ്ഠാവകാശം പ്രാപിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുകയില്ല. தேவன் நமக்காக ஆயத்தம் பண்ணியிருக்கிற சிரேஷ்ட புத்திரபாகத்தை நாம் பெற்றுக்கொள்ள முடியாது. Esau despised his birthright for one morsel of meat. ഒരു ഊണിനു വേണ്ടി ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ஏசாவோ ஒருவேளை போஜனத்துக்காக தன் சிரேஷ்ட புத்திரபாகத்தை விற்று போட்டான். Birthright means two portions of the father's inheritance. ജ്യേഷ്ഠാവകാശം എന്ന് പറയുമ്പോൾ പിതാവിന്റെ അവകാശത്തിന്റെ ഇരട്ടി പങ്ക് എന്നാകുന്നു അർത്ഥമാകുക. சிரேஷ்டபுத்திரபாகம் என்று சொல்லப்படும் போது அது பிதாவின் ஆஸ்திகளின் 2 பங்கு. In the book of Deuteronomy chapter 21, ആവർത്തന പുസ്തകം 21 അധ്യായം വായിക്കുമ്പോൾ உபாகமம் 21 அதிகாரம் and verses 16 and 17 it is written, 16 17 വാക്യങ്ങൾ വായിച്ചാൽ 16 17 വചനങ്ങളിൽ വാസിക്കുമ്പോൾ the birthright means the double portion of the father's inheritance. ജ്യേഷ്ഠാവകാശം എന്ന് പറയുമ്പോൾ പിതാവിന്റെ അവകാശത്തിന്റെ ഇരട്ടി പങ്ക് എന്നാകുന്നു അർത്ഥമാകുന്നത്. சிரேஷ்டபுத்திரபாகம் என்று சொல்லப்படும் போது பிதாவின் ஆஸ்திகளில் 2 பங்கு அவனுக்கு கொடுக்கப்படும். Suppose there are two sons in a family. ഉദാഹരണമായി ഒരു കുടുംബത്തിൽ 2 പുത്രന്മാരുണ്ടെന്നിരിക്കട്ടെ. மாதிரியாக ஒரு குடும்பத்திலே 2 குமாரர் இருந்தால் The whole wealth of the father will be divided into 3. ആ പിതാവിന്റെ പൂർണ്ണമായ അവകാശങ്ങളും 3 ഭാഗിക്കപ്പെടും. அந்த தகப்பனுக்குண்டான ஆஸ்திகள் எல்லாம் 3 பங்காக பிரிக்கப்படும். 2 portions will be given to the eldest son, that is called the
birthright. രണ്ടു ഭാഗം മൂത്ത പുത്രന് കൊടുക്കപ്പെടും. അതാകുന്നു ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്. അതിൽ 2 പങ്ക് മൂത്ത കുമാരന് കൊടുക്കപ്പെടും. അതുതാൻ ശ്രേഷ്ഠപുത്രഭാഗം. And the younger son will receive only one portion of the father's inheritance. ഇളയ പുത്രനെ മൂന്നായി ഭാഗിച്ചതിൽ ഒരു ഭാഗം മാത്രമേ തന്റെ അവകാശമായി ലഭിക്കുകയുള്ളൂ. அந்த இளைய குமாரனுக்கோ அந்த தகப்பனுடைய ஆஸ்திகளில் 1/3 பங்கு மட்டும் தான் கிடைக்கும். That was the law which God gave the people of God in the Old Testament time. പഴയ നിയമകാലത്തിൽ ദൈവം ജനത്തിന് കൊടുത്ത പ്രമാണം അതായിരുന്നു. அதுதான் பழைய ஏற்பாட்டு காலத்திலே தேவன் ஜனங்களுக்கு கொடுத்த பிரமாணம். So Esau, he was having the birthright because he was the firstborn. ഏശാവ് മൂത്ത പുത്രനായിരുന്നത് കൊണ്ട് അവന് പിതാവിന്റെ ഇരട്ടി പങ്കിന് അവകാശമുണ്ടായിരുന്നു. ஏசா மூத்த குமாரனாயிருந்தபடினால் அவன் ശ്രേഷ്ഠപുത്ര ഭാഗത്തെ പെരുகிறவனாயிருந்தான். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். In our spiritual life, God has given us the birthright. നമ്മുടെ ആത്മീക ജീവിതത്തിലും ദൈവം നമുക്ക് ജ്യേഷ്ഠാവകാശം നൽകിയിരിക്കുന്നു. நம்முடைய ஆவிக்குரிய ஜீவியத்திலும் தேவன் நமக்கு ശ്രേഷ്ഠപുത്ര ഭാഗത്തെ കൊടുത്തിരിக்கிறார். The city of peace is our birthright. സമാധാനത്തിന്റെ പട്ടണം നമ്മുടെ ജ്യേഷ്ഠാവകാശമാകുന്നു. സമാധാന പട്ടണം നമ്മുടെ ശ്രേഷ്ഠപുത്ര ഭാഗമായിരിക്കുന്നത്. The very throne of God is our birthright. ദൈവത്തിന്റെ സിംഹാസനം നമ്മുടെ ജ്യേഷ്ഠ അവകാശമാകുന്നു. தேவனுடைய அதே சிங்காசனம் நம்முடைய ശ്രേഷ്ഠപുത്ര ഭാഗമായിരിക്കുന്നത്. The eternal weight of glory is our birthright. തേജസ്സിന്റെ നിത്യഘനം നമ്മുടെ ജ്യേഷ്ഠാവകാശമായിരിക്കുന്നു. മഹിമയിൻ നിത്യ ഘനം നമ്മുടെ ശ്രേഷ്ഠപുത്ര ഭാഗമായിരിക്കുന്നത്. The reward which God has in store for us, that is our birthright. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം അത് നമ്മുടെ ജ്യേഷ്ഠാവകാശമാകുന്നു. தேவன் நமக்காக ஆயத்தம் பண்ணியிருக்கிறதான பிரதிபலன் அது நம்முடைய ശ്രേഷ്ഠപുത്ര ഭാഗമായിരിക്കുന്നത്. The coming of the Lord is our birthright. കർത്താവായ യേശുവിന്റെ വരവ് നമ്മുടെ ജ്യേഷ്ഠാവകാശമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ വരുകை நம்முடைய ശ്രേഷ്ഠപുത്ര ഭാഗമായിരിക്കുന്നത്. We should not despise the birthright for one morsel of meat. നാം ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത്. നാം ഒരുവേളை ഭോജനத்துக்காக ശ്രേഷ്ഠപുത്ര ഭാഗത്തെ വിറ്റു പോടக்கூடாது. Esau despised his birthright for one meal. ഒരു ഊണിനു വേണ്ടി യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ഒരുവേளை ഭോജനத்துக்காக ஏசா தன்னுடைய ശ്രേഷ്ഠപുത്ര ഭാഗത്തെ വിറ്റു പോട്ടാൻ. We should have victory over food and drinks. ആഹാരത്തിന്റെ മേലും പാനീയങ്ങളുടെ മേലും നമുക്ക് ജയമുണ്ടായിരിക്കണം. പുസിപ്പതിലും കുടിപ്പതിൻ മേലും നമുക്ക് ജയം കാണപ്പെട வேண்டும். Esau did not have victory over food and drinks. യേശാവിന് ആഹാരത്തിൽ തനിക്ക് ഭക്ഷണത്തിലും അതുപോലെ പാനീയത്തിലും ജയമുണ്ടായിരുന്നില്ല. ഈ ഏസാവുക്ക് ഭോജനത്തിന്മേലും പാനത്തിന്മേലും ജയം കാണപ്പെടവില്ല. He sold his birthright for one meal. അവൻ ഒരു ഊണിന് വേണ്ടി അവന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. ഒരുവേളை ഭോജനத்துக்காக അവൻ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ വിറ്റുപോട്ടാൻ. He thought that if he skip one meal, he will be dead. അവൻ വിചാരിച്ചു ഒരു ഊണ് തനിക്ക് ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും എന്നവൻ ധരിച്ചു. അവൻ നിனைத்தான் ഒരുവേளை ഭോജനം എനിക്ക് കിടക്കവില്ലേ എന്നാൽ ഞാൻ മരിച്ചു പോവേൻ. When he was coming up to the field after hunting, അവൻ വേട്ട കഴിഞ്ഞ് വയലിൽ നിന്നും മടങ്ങി വരുമ്പോൾ അവൻ വേട്ടയാടിന പിൻപ് വയലിൽ ഇരുന്ന് തിരുമ്പി വന്നപ്പോൾ he was dead tired. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. അവൻ മികവും സോർന്നവനായിരുന്ന. That was the time Jacob was cooking the pottage. അപ്പോഴായിരുന്നു യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് യാക്കോബ് കൂളை ആയത്തം பண்ணிക്കൊണ്ടിരുന്നാൻ. Esau was a man who didn't have a victory over the food. യേശാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിന് മേൽ ജയമില്ലാത്ത മനുഷ്യനായി അവൻ കാണപ്പെട്ടിരുന്നു. ഏസാവോ ഭോജനത്തിന്മേൽ ജയമില്ലാത്ത മനുഷ്യനായിരുന്നാൻ. He was dead tired and he thought that he was going to pass away. അവൻ വളരെ ക്ഷീണിതനായി അവൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചു പോകും. അവൻ മികവും സോർന്നു പോനവനായി ഞാൻ ഇപ്പോഴും മരിച്ചു പോവേൻ. He exchanged his birthright with this meal and one portion of the inheritance of the brother. ആ സഹോദരന്റെ ഒരു ഊണിന് വേണ്ടി അവൻ തന്റെ ജ്യേഷ്ഠാവകാശം അവനെ വിൽക്കുകയാകുന്നു ചെയ്തത്. அந்த സഹോദരനിടത്തിലെ ഒരുവേളை ഭോജനം പെരുമ്പടിയാക തന്റെ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ അവനക്ക് വിട്ടുവിട്ടാൻ. We should not be living in order to eat and drink. നാം തിന്നുന്നതിനും കുടിക്കുന്നതിനുമായി ജീവിക്കരുത്. നാം പുസിപ്പതർക്കും കുടിപ്പതർക്കും മറ്റും ജീവിക്കക്കൂടാ. But we must eat and drink to live. നാം ജീവിക്കേണ്ടതിനായി തിന്നുകയും കുടിക്കുകയും വേണം. നാം ജീവിക്കുംപടി പുസിക്കും കുടിക്കും ചെയ്യ வேண்டும். That is why God has ordained the principle of fasting and prayer in the church. അതുകൊണ്ടാകുന്നു സഭയിൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിയമം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. அதுபடினால் தான் சபையில் உபவாசம் ஜெபம் இவைகளின் பிரமாணத்தை கொடுத்திருக்கிறார். We shouldn't make our belly as our God. നമ്മുടെ വയറ് നമ്മുടെ ദൈവമായി നാം എണ്ണരുത്. நம்முடைய வயிற்றை நம்முடைய தெய்வமாய் மாற்றக்கூடாது. We must spend time in the presence of God in fasting and praise. ഉപവാസത്തിലും സ്തുതിയിലും നമ്മുടെ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചിലവഴിക്കണം. ഉപവാസത്തിലും ജപത്തിലും നമ്മുടെ നേരത്തെ ദൈവ സമൂഹത്തിൽ ചെലവിട வேண்டும். When we turn to the book of Proverbs chapter 13, സദൃശവാക്യങ്ങൾ 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ നീതിമൊഴി
നീതിമொഴികൾ 13-ാം അധികാരത്തിലേക്ക് വരുമ്പോൾ Proverbs chapter 13 and verse 25, when we read, 13-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ നീതിമൊഴികൾ 13-ാം അധികാരം 25-ാം വചനത്തെ വാസിക്കുമ്പോൾ there it is mentioned about the righteous man. അവിടെ നീതിമാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. அங்கே நீதிமானை குறித்து சொல்லப்படுகிறது. The righteous eateth to the satisfying of his soul. ദൈവം നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. நீதிமான் தனக்கு திருப்தியாக புசிக்கிறான். It is not properly translated in Tamil or Malayalam. മലയാളത്തിലും തമിഴിലും ശരിയായി അതിനെ വ്യാഖ്യാനം ചെയ്തിട്ടില്ല. മലയാളത്തിലും തമിഴിലും അത് ശരിയായി മൊഴിപെയർക്കപ്പെടവിல்லை. The righteous eateth to the satisfying of his soul. നീതിമാൻ തന്റെ ദേഹിയുടെ തൃപ്തിക്കായി ഭക്ഷിക്കുന്നു. നീതിമാൻ തன்னுடைய ആത്മാവിൻ തൃപ്തിക്കായി പുസിக்கிறான். Not to satisfy the body. അവന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിനല്ല, തன்னுடைய ശരീരത്തെ തൃപ്തിയാക്കുம்படிയല്ല. Not to just satisfy the taste. അവന്റെ രുചിയെ തൃപ്തിപ്പെടുത്തേണ്ടതിനല്ല, അവനുடைய രുചിயை തൃപ്തിപ്പെടുത്തുம்படிയല്ല. Not to satisfy the mouth. അല്ലെങ്കിൽ വായെ തൃപ്തിപ്പെടുത്തേണ്ടതിനുമല്ല. തன்னுடைய വാயை തൃപ്തിയാക്കുம்படிയല്ല. The righteous eateth to the satisfying of his soul. നീതിമാൻ അവന്റെ ദേഹിയെ തൃപ്തിപ്പെടുത്തേണ്ടതിനായി ഭക്ഷിക്കുന്നു. നീതിമാൻ അവനുடைய ആത്മാ തൃപ്തിയാക പുസിக்கிறான். That is how we should live in this world. അങ്ങനെയാകുന്നു ഈ ലോകത്തിൽ നാമും ജീവിക്കേണ്ടത്. അവിധമാകவே നാമും இந்த உலகத்தில் ജീവിக்க வேண்டும். We should not be living to eat and drink. നാം തിന്നുവാനും കുടിക്കുവാനുമായി ജീവിക്കരുത്. നാം പുസിക്കുம்படிയും കുടിക്കുம்படி നാം ജീവിക്കக்கூடாது. We just calculate and see how many bags of rice you have consumed, eaten and consumed by now. നാം ഒന്ന് ഓർത്തു നോക്കിയാലും മതി, ഈ സമയം കൊണ്ട് എത്ര ചാക്ക് അരി നാം ആഹാരം നാം ഭക്ഷിച്ചു കാണും. എത്ര ചാക്കരിയുടെ ചോറ്, how many bags of rice we have eaten and consumed by now. ഇത്ര ഈ സമയം കൊണ്ട് എത്ര അരിയുടെ ചോറ് നാം കഴിച്ചു കാണും. ഇതുവരെയും നമ്മുടെ ജീവ നാட்களிൽ എത്ര ചാക്ക് അരിസി ചോറ് നാം സാപ്പിട്ടിരുப்போம். How many kilos of mutton thigh and chicken legs we have eaten and consumed by now. ഈ സമയം കൊണ്ട് കോഴിയുടെ കാലുകളും അതുപോലെ ആടിന്റെ കാലുകളും അങ്ങനെ എത്രയധികം നാം ഭക്ഷിച്ചു കാണും. இந்த நேரத்திற்குள்ளாக எத்தனை கிலோ அதிகமான ஆடும் கோழி இவைகளெல்லாம் நாம் புசித்திருக்கிறோம். How many kilos of potatoes and tomatoes we have eaten and consumed by now. ഉരുളക്കിഴങ്ങും ടൊമാറ്റോയും അതുപോലെ എത്ര കിലോ കണക്കിന് നാം ഭക്ഷിച്ചു കാണും. எத்தனை கிலோ தக்காளியும் உருளைக்கிழங்கு இவைகளெல்லாம் நாம் புசித்திருக்கிறோம். Is our stomach satisfied? നമ്മുടെ വയറിന് തൃപ്തിയായോ? ഇവയെല്ലാം പുസിത്ത പിൻപ് നമ്മുടെ വയറ് തൃപ്തിയായിരിக்கிறதா? After a couple of hours, if the food is delayed, a kind of strange noise will come out of the stomach. ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആഹാരം അല്പമൊന്ന് താമസിച്ചു പോയാൽ നമ്മുടെ വയറിൽ നിന്നും ഒരു ഉൾവിളി, ഒരു അസാധാരണമായ ശബ്ദം വരികയാകുന്നു. 2-3 മണി നേരം താമതമായി വിട്ടാൽ നമ്മുടെ വയറ്റുക്കുള്ളിരുന്ന ഒരു വിനോദமான சத்தம் ഉണ്ടാകുന്നു. The stomach is reminding us, I am here, please don't delay anymore. വയറ് നമ്മെ ഓർമ്മിപ്പിക്കുകയാകുന്നു, ഞാനിവിടെയുണ്ട്, വീണ്ടും ഇനിയും താമസിക്കരുത്. വയറ് നമുക്ക് നിனைப்பூட்டுகிறது, நான் இங்கே இருக்கிறேன், இன்னும் தாமதம் பண்ண வேண்டாம். We will never be able to satisfy our stomach. ഒരിക്കലും നമ്മുടെ വയറിനെ തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഒരു നാളും നമ്മുടെ വയറ്റിനെ തൃപ്തിയാക്ക முடியாது. The righteous eateth to the satisfying of his soul. നീതിമാൻ അവന്റെ ദേഹിയുടെ തൃപ്തിക്കായി ഭക്ഷിക്കുന്നു. നീതിമാനോ തன்னுடைய ആത്മാ തൃപ്തിയാക പുസിக்கிறான். Yes, it is proved through the life of Daniel. അതെ, ദാവീദിന്റെ ജീവിതത്തിലൂടെ അത് വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അത് ദാനിയേലിൻ ജീവിതത്തിൻ മൂലமாக வெளிப்பட்டிருக்கிறது. Through the life of Daniel, this truth has been proved. ദാനിയേലിന്റെ ജീവിതത്തിലൂടെ ഈ സത്യം തെളിവായി വന്നിരിക്കുന്നു. ദാനിയേലിൻ ജീവിതത്തിൻ മൂലமாக இந்த സത്യം നിരൂപിക്കപ്പെട്ടിരിக்கிறது. He was not eating and drinking to satisfy his body or stomach or mouth. അവന്റെ ശരീരത്തെ അല്ലെങ്കിൽ വയറിനെ, അവന്റെ വായെ തൃപ്തിപ്പെടുത്തേണ്ടതിനായിരുന്നില്ല അവൻ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തത്. തன்னுடைய ശരീരത്തെയോ വയറ്റെയോ വായയോ തൃപ്തിയാക്കുம்படி അവൻ പുസിക്കவில்லை. That is why he refused to eat the king's meat and the wine that he was drinking. അതുകൊണ്ടാകുന്നു രാജാവ് അവന് കൊടുത്തതായ രാജഭോജനവും രാജാവിന്റെ വീഞ്ഞും അവൻ നിഷേധിച്ചത്. ആനപടിനാൽதான் അവന് കൊടുക്കപ്പെട്ട രാജാവിൻ ഭോജനവും ദ്രാക്ഷരസവും അവൻ അംഗീകരിക്കவில்லை, ഏറ്റുകൊള്ളவில்லை. He proved that he was righteous in the presence of God. അത് തെളിയിക്കുന്നത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായിരുന്നു എന്നാകുന്നു. അത് കാണിക്കുന്നത് അവൻ ദൈവ സമുഖത്തിൽ നീതിമാനായിരുന്ന. God has ordained fasting and prayers in the church of God that we will be able to grow in the life of peace, to inherit
our birthright in eternity. നിത്യതയിൽ നമ്മുടെ ജ്യേഷ്ഠാവകാശം നാം അവകാശമായി ആക്കേണ്ടതിനായി സഭയിൽ നാം സമാധാനത്തോട് ജീവിക്കേണ്ടതിനായി ഉപവാസവും പ്രാർത്ഥനയും ദൈവം സഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നാം സമാധാനത്തോട് ജീവിത്ത് നിത്യത്തിലെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പെற்றுക്കൊള്ളുമ്പടിയാക ദേവൻ സഭയിലെ ഉപവാസത്തെയും ജപത്തെയും ഒഴുങ്ങു പണിയിരിக்கிறார். In the book of Philippians chapter 3 when we read, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം അധികാരത്തിൽ it is mentioned about a people whose God is their belly. വയറ് തങ്ങളുടെ ദൈവമായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. தேவனே வயிறா இருக்கிறதான ஒரு சிலரை குறித்து அங்கே பார்க்கிறோம். And it is said that they are the enemies of the cross of Christ. അവർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. அவர்கள் கிறிஸ்துவின் சிலுவைக்கு பகைஞராயிருக்கிறார்கள் என்று The very பார்க்கிறோம். peaceful life that we have received through the cross of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന സമാധാനമുള്ള ജീവിതം, கர்த்தராகிய இயேசு கிறிஸ்துவின் சிலுவையின் மூலமாக நாம் பெற்றுக்கொண்டதான சமாதான ജീവിതം, The life which is leading us to the eternal city of peace in the kingdom of God. ദൈവരാജ്യത്തിൽ ആ നിത്യമായ സമാധാന രാജ്യത്തിലേക്ക് നമ്മെ നടത്തുന്നതായ ആ അനുഭവം, தேவனுடைய ராஜ்யத்திலுள்ள அந்த சமாதான பட்டணத்துக்குள்ளாய் நம்மை வழி நடத்துகிற சமாதானம். We shouldn't become the enemies of the cross of Christ. നാം ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി ഒരിക്കലും തീരരുത്. நாம் கிறிஸ்துவின் சிலுவைக்கு பகைஞராய் In இருக்கக்கூடாது. this world, let us live a temporary life. ഈ ലോകത്തിൽ നമുക്ക് ഒരു ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയമുള്ള ജീവിതം നമുക്ക് ചെയ്യാം. இந்த உலகத்திலே நாம் ஒரு இச்சை அடக்கமுள்ளதான ஜீவிதம் செய்ய வேண்டும். Not to be living for eating and drinking. നാം തിന്നുന്നതിനും കുടിക്കുന്നതിനുമായല്ല ജീവിക്കേണ്ടത്. புசிக்கும்படியாகவும் குடிக்கும்படியாக நாம் ஜீவிக்க கூடாது. But eating and living to live and to do the will of God. എന്നാൽ നാം ദൈവ ഇഷ്ടം ചെയ്ത് മാത്രം നാം പ്രകാരം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക. அதற்கு பதிலாக நாம் தேவ சித்தம் செய்யும்படியாக புசித்து குடித்து ஜீவிக்க வேண்டும். Eating and living in our body to do the will of God. നമ്മുടെ ശരീരത്തിൽ ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിനായി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ ദേവസിത്തം ചെയ്യുമ്പടിയാക പുസിക്കവും കുടിക്കവും ചെയ്യ வேண்டும். If it is so, our life will not be defiled by any means. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഒന്നിനാലും മാലിന്യമായി തീരുകയില്ല. அப்படி என்றால் നമ്മുടെ ജീവിതം ഒരു വിധത്തിലും തീട്ടുപെടാതെ. Daniel lived an undefiled life. ദാനിയേൽ ഒരു മാലിന്യമില്ലാത്തൊരു ജീവിതം ചെയ്തു. ദാനിയേൽ തന്നെ തീട്ടുപെടാത്ത ഒരു ജീവിതം ചെയ്താൻ. Because he was a righteous man who was eating to satisfy his soul. എന്തുകൊണ്ടെന്നാൽ അവന്റെ ദേഹിയെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രം ഭക്ഷിക്കുന്ന ഒരു മനുഷ്യനായി, ഒരു നീതിമാനായ മനുഷ്യനായി അവൻ കാണപ്പെട്ടു. ஏனென்றால் அவன் தன்னுடைய ஆத்துமா திருப்தியாக புசிக்கிற ஒரு நீதிமானாயிருந்தான். In this sin-filled world, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, இந்த பாவம் நிறைந்ததான உலகத்தில், in this peaceless world, ഈ സമാധാനമില്ലാത്ത ലോകത്തിൽ, இந்த சமாதானமில்லாத உலகத்தில் we have been called to live a peaceful and holy life in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനമുള്ള ഒരു വിശുദ്ധമായ ജീവിതം ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. தேவனுடைய சன்னிதானத்திலே ஒரு சமாதானமும் பரிசுத்தமுள்ள ஜீவியம் செய்யும்படி So that அழைக்கப்பட்டிருக்கிறோம். we will be able to enter the city of peace in eternity to inherit our birthright. അതുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠാവകാശം ആ സമാധാനമുള്ള പട്ടണത്തിൽ ദൈവരാജ്യത്തിൽ നാം അവകാശമാക്കേണ്ടതിനായിട്ട് ஆனபடினால் நம்முடைய சிரேஷ்டபுத்திர பாகத்தை அந்த சமாதான பட்டணத்தில் பெற்றுக்கொள்ளும்படியாக Shall we all stand up? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. நாம் எல்லாரும் எழுந்திருப்போம். We are a blessed people to have this peaceful life, holy life upon this earth. ഈ ഭൂമിയിൽ സമാധാനമുള്ള ജീവിതം, വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു കൂട്ടം ഭാഗ്യമേറിയ ജനമാകുന്നു നാം. இந்த உலகத்திலே சமாதானம் பரிசுத்தமுள்ளதான ஜீவியம் செய்யும்படி ஸ்லாக்கியம் பெற்ற For ஜனங்கள். this blessed life which God has given us, shall we all praise God? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭാഗ്യമേറിയ ജീവിതത്തിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. சோதராம் 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 Hallelujah, 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 നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. ലോകം നൽകാത്ത സമാധാനമേ, അവന്റെ സമാധാനമേ. ലോകം നൽകാത്ത സമാധാനമേ, അവന്റെ സമാധാനമേ. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. നമ്മുടെ ദൈവം
ലോകങ്ങൾക്കാകെ സമാധാനമേകുമേ അവനെന്റെ സമാധാനമേ ലോകങ്ങൾക്കാകെ സമാധാനമേകുമേ അവനെന്റെ സമാധാനമേ ലോകങ്ങൾക്കാകെ സമാധാനമേകുമേ അവനെന്റെ സമാധാനമേ ലോകങ്ങൾക്കാകെ സമാധാനമേകുമേ അവനെന്റെ സമാധാനമേ Yes, dear people of God, അതേ പ്രിയ ദൈവജനമേ, before we leave this place, നാം ഈ സ്ഥലം വിട്ടു പോകുന്നതിന് let മുൻപായി us receive the peace of God. ദൈവത്തിന്റെ സമാധാനം നാം Do not leave this place without that peace. ആ സമാധാനമില്ലാതെ നാം ഈ സ്ഥലം വിട്ടു പോകരുത്. Because if the Lord were to come right now, അത് എന്തുകൊണ്ടാൽ ഇപ്പോൾ കർത്താവ് വന്നാൽ if we don't have peace, we will be left behind. നമുക്ക് സമാധാനമില്ല എങ്കിൽ നാം കൈവിടപ്പെട്ടു പോകും. Therefore, the Lord has spoken these words to us. അതുകൊണ്ട് കർത്താവ് ഈ വചനങ്ങൾ നമ്മോട് If സംസാരിച്ചിരിക്കുന്നു. there is anything you have to forgive others, please do forgive right now. മറ്റുള്ളവരോട് അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് If ക്ഷമിക്കുക. you have grieved the Lord in any way, make peace with God. മനുഷ്യരോടും ദൈവത്തോടും സമാധാനം ആചരിക്കുക. If God is grieved with you, make peace with God. ദൈവം നിങ്ങളിൽ ദുഃഖിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് നിങ്ങൾ സമാധാനമാകുക. Surrender your life to God. നിങ്ങളുടെ ജീവിതം കർത്താവിനായി Surrender your life to സമർപ്പിക്കുക. God. നിങ്ങളുടെ ജീവിതം Let the ദൈവത്തിനായി blood of സമർപ്പിക്കുക. Jesus wash you right now. യേശുവിന്റെ രക്തം ഇപ്പോൾ തന്നെ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കട്ടെ. Hallelujah, 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 hallelujah. As we make peace with God and man, നാം ദൈവത്തോടും മനുഷ്യനോടും സമാധാനമുണ്ടാക്കുമ്പോൾ we see healing taking place. ഒരു രോഗശാന്തി നടക്കും നമുക്ക് കാണുവാൻ. Healing in our soul, നമ്മുടെ ദേഹിയിൽ healing in our minds, നമ്മുടെ മനസ്സിൽ സൗഖ്യം, healing in our body. നമ്മുടെ ശരീരത്തിൽ സൗഖ്യം. Yes, make peace right now and receive the healing. ഇപ്പോൾ തന്നെ സമാധാനമുണ്ടാക്കി സൗഖ്യം പ്രാപിക്കുക. Oh, the Lord is saying, be at peace. കർത്താവ് പറയുന്നു സമാധാനമായിരിക്കുക. Go in peace. സമാധാനത്തോടെ പോകാം. Oh, go in peace. സമാധാനത്തോടെ പോകാം. I have received you. ഞാൻ നിന്നെ I have ഏറ്റുകൊണ്ടിരിക്കുന്നു. accepted you. ഞാൻ നിന്നെ I have അംഗീകരിച്ചിരിക്കുന്നു. forgiven you. ഞാൻ നിന്നോട് Go ക്ഷമിച്ചിരിക്കുന്നു. in peace. സമാധാനത്തോടെ Go പോകാം. in peace. സമാധാനത്തോടെ പോകാം. Hallelujah, 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 hallelujah. For sanctifying us to the precious word of God tonight, let's all praise ഇന്ന് God. രാത്രി അത്തന്റെ വിലയേറിയ വചനത്താൽ കർത്താവ് നമ്മെ ശുദ്ധീകരിച്ചതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah, 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 hallelujah. For every precious word the Lord spoke to us tonight, let's praise God. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിച്ച എല്ലാ വിലയേറിയ വചനങ്ങൾക്കുമായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah, hallelujah, hallelujah. Tomorrow being the last meeting, the Lord must bless it in a very special manner. Let's all praise God. നാളത്തെ അവസാനത്തെ കൂട്ടത്തെയും ഒരു പ്രത്യേക രീതിയിൽ കർത്താവ് തന്നെ ഭാരമെടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. Hallelujah, 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 hallelujah. Giving all glory and honor to the Lord, let's all praise എല്ലാ God. മാനവും മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah, hallelujah, hallelujah. Let's pray. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഞങ്ങളുടെ കൺവെൻഷന്റെ 3-ാം ദിവസം രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാനും സ്വർഗീയ സന്തോഷങ്ങളും കൃപകളും സ്വർഗീയ ആലോചനകളും പ്രാപിക്കുവാനും നീ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സാക്ഷാൽ സമാധാനമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളാൽ കാണുവാനും അവിടുത്തെ സമാധാനം അനുഭവിക്കുവാനും നീ ഭാഗ്യം നൽകിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെ ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. എന്നാൽ മുഖാമുഖമായി ഞങ്ങൾ കാണുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്റെ പട്ടണം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നുവല്ലോ കർത്താവേ. ആ സമാധാനത്തിന്റെ പട്ടണത്തിൽ ഞങ്ങൾ പ്രവേശിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും സമാധാനമുള്ളവരായി, ഈ ലോകത്തിൽ സമാധാനത്തോട് ജീവിക്കുന്നവരായി, നിന്റെ സമാധാനം പ്രാപിച്ചവരായി, കർത്താവേ അവിടെ നൽകിയ സമാധാനത്തെ സൂക്ഷിക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം.
ആ സമാധാനത്തിന്റെ പട്ടണത്തിൽ ഞങ്ങൾക്കൊരു ശ്രേഷ്ഠമേറിയ അവകാശം അവിടുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ആ ശ്രേഷ്ഠമേറിയ അവകാശം, ആ ജ്യേഷ്ഠാവകാശം ഞങ്ങൾ പ്രാപിക്കേണ്ടതിന് നീ നിന്റെ ജനത്തെല്ലാം യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. ഈ ലോകത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവേ സ്തോത്രം, ഞങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ ജലസ്നാനം സ്വീകരിക്കുമ്പോൾ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന കൂട്ടായ്മയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്താൽ ആ ലഭിച്ച സമാധാനത്തെ സൂക്ഷിച്ച് അവസാനത്തോളം വിശ്വസ്തരായി ജീവിപ്പാൻ വചനം കേട്ട ഏവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഇപ്പോൾ നിന്റെ ജനം സമാധാനത്തോടെ കടന്നു പോകട്ടെ കർത്താവേ. നിങ്ങൾക്ക് നൽകിയ സമാധാനത്തിനായി ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. ആ സമാധാന പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല ആലോചനകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. കേട്ടവചനപ്രകാരം ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നീ ഞങ്ങളെ ഏവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. And now may the grace of our Lord Jesus Christ, the love of God, and the sweet fellowship of the Holy Spirit rest and abide with us until Jesus returns in glory. Amen. Hallelujah. 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 Praise the Lord. Praise the Lord.